ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് പെരിസൈക്ലിക് റിയാക്ഷന്റെ റിവിഷൻ സെക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഞാൻ 3 ടൈപ്പ് റിയാക്ഷൻസിന്റെ പ്രോബ്ലംസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇന്നലെ തന്നിരുന്നു. അപ്പൊ ചെയ്ത് നോക്കിയവർക്ക് അറിയാം, ഇതിൽ 3 ക്ലാസിഫിക്കേഷന്റെയും സ്റ്റീരിയോ കെമിസ്ട്രി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിന്റെ ഒരു ഡിസ്കഷൻ സെക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഫുൾ ഒന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്ത് പോവാം. ഓക്കെ, നമ്മൾ ഓരോ പ്രോബ്ലത്തിലും ഓരോ ടൈപ്പ് സ്റ്റീരിയോ കെമിസ്ട്രി വന്നിട്ടുണ്ട്. അപ്പൊ ആ കൂടെ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റും കൂടെ ക്ലിയർ ആയിട്ട് പോവാം. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനില് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇത് ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇത് ഹീറ്റ് തെർമൽ കണ്ടീഷനിലാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇലക്ട്രോസൈക്ലിക്കും പഠിച്ചിട്ടുണ്ട്, ദെൻ സൈക്ലോഡീഷൻ പഠിച്ചിട്ടുണ്ട്, സിഗ്മാട്രോപിക് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇലക്ട്രോസൈക്ലിക്കില് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അതിലൊരു ഇതുപോലെ തന്നെ ഒരു ഒറ്റ റിയാക്ടൻസേ കാണുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ റിംഗ് ക്ലോസിങ് നടക്കുന്നു. ആ ഒരു കേസാണ് നമ്മൾ ഇലക്ട്രോസൈക്ലിക്കിൽ പഠിച്ചത്. പക്ഷെ ഇത് ഉറപ്പായിട്ടും ഇതൊരു സൈക്ലോ അഡീഷൻ അല്ല. കാരണം സൈക്ലോ അഡീഷനില് 2 പേര് വേണം, അല്ലെ? 2 റിയാക്ടൻസ് വേണം. അപ്പൊ ഇത് സൈക്ലോ അഡീഷൻ അല്ലെന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ഇത് ഇലക്ട്രോസൈക്ലിക് ആണോ അതോ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണോ? ഓക്കെ, അപ്പോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ ആ നെയിം റിയാക്ഷൻസ് നല്ലപോലെ പഠിച്ചവർക്ക് ഇതിലൊരു ക്ലാസിഫിക്കേഷന്റെ ആവശ്യമില്ല. ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. ഓക്കെ, ഈ റിയാക്ഷൻ ഏത് നെയിം റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഇതൊരു സിഗ്മാട്രോപിക്കിലെ ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നെയിം റിയാക്ഷൻ നല്ലപോലെ നോക്കൂ. അതിൽ ഏതാണ് നമ്മുടെ റിയാക്ടന്റ് വരിക എന്നറിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ, ഓക്സികോപ്പ് എന്ന് പറയുമ്പോൾ ഇതില് 1,5-ഡൈഈൻ ആണ്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഒരു നെയിം റിയാക്ഷന്റെ ചാൻസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മള് നെയിം ഡബിൾ ബോണ്ടിന്റെ നമ്പർ ചെയ്ത് കൊടുക്കുമ്പോ 4, 5. ഓക്കെ, ഇതൊരു 1,5-ഡൈഈൻ ആണെന്ന് മനസ്സിലായി. 1,5-ഡൈഈൻ ആണെങ്കിൽ ഇത് ഏത് റീഅറേഞ്ച്മെന്റ് ആണ്? കോപ്പ് റീഅറേഞ്ച്മെന്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ കണ്ടീഷനും കൂടെ നോക്കാം. ഇതൊരു തെർമൽ ആണ്. തെർമൽ എന്ന് പറയുമ്പോൾ അവിടെ 3,3 സിഗ്മാട്രോപിക് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഉറപ്പായിട്ടും 4+2 ആവുകയല്ല. 4+2 എന്ന് പറയുന്നത് HNU ആണ്, ഫോട്ടോ കെമിക്കലി അലൗഡ് ആണ്. അപ്പോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു നെയിം റിയാക്ഷന്റെ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഇതൊരു 1,5-ഡൈഈൻ ആണെന്ന് മനസ്സിലായി. ഈ 1,5-ഡൈഈൻ കൂടാതെ അതിന്റെ 3rd പൊസിഷനിൽ ഒരു OH കൂടെ വന്നിട്ടുണ്ട്, അല്ലെ? ഒരു ആൽക്കഹോൾ ഗ്രൂപ്പും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? കോപ്പ് റീഅറേഞ്ച്മെന്റ് ആണ്. പക്ഷെ അതിൽ ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് ആണ്. ചിലപ്പോ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇത് ഏത് റീഅറേഞ്ച്മെന്റ് ആണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അത് ആര് തരുന്ന റീഅറേഞ്ച്മെന്റ് ആണ്? 1,5-ഹെക്സാഡൈഈൻ 3-ol. ഓക്കെ, 3rd പൊസിഷനിൽ OH ഗ്രൂപ്പ്. അപ്പൊ ഇവിടുത്തെ പ്രൊഡക്റ്റ് എങ്ങനായിരിക്കും ഒന്ന് നോക്കാം. ഇതൊരു 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്, അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കിനി ഈ നമ്പറിങ് വേണ്ട. നമുക്ക് നമ്മുടെ അലയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടില്ലേ സിഗ്മാട്രോപിക്കിനുള്ള, ആ ഒരു നമ്പറിങ് കൊടുക്കാം. തൊട്ട് അലയിൽ കാർബൺ 1, 2, 3. അപ്പൊ ഇതിനെ നമ്പറിങ് എങ്ങനെ കൊടുക്കുക? ഇതാണ് നമ്മുടെ അലയിൽ പൊസിഷൻ. അതിന് ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സിംഗിൾ ബോണ്ട് ഉണ്ടല്ലോ, അതിലെ കാർബൺ ആണ് അലയിൽ കാർബൺ. ഡബിൾ ബോണ്ടിലുള്ള കാർബൺസ് അല്ല, ശ്രദ്ധിച്ചോളുക. ഡബിൾ ബോണ്ടിലുള്ള കാർബൺസിനെ അല്ല നമ്മൾ അലൈൽ കാർബൺ എന്ന് പറയുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സിംഗിൾ ബോണ്ടിലുള്ള കാർബണിനെയാണ് നമ്മൾ അലൈൽ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് നമ്മൾ ഫസ്റ്റ് കൊടുത്തു. ദെൻ 2, 3. ദെൻ തൊട്ടടുത്തുള്ള നേരെ മേലോട്ട് 1 കൊടുത്തു. 2, 3. ഓക്കെ, സോറി, ഇവിടെ ഒരു എക്സ്ട്രാ. ഇതൊരു മീഥേൽ ഗ്രൂപ്പ് ആണ് കേട്ടോ, മീഥേൽ ഗ്രൂപ്പ് ആണ്. 1, 2, 3. ഓക്കെ, ഇവിടെ നടക്കുന്ന എന്താണ്? 1, 1 ബോണ്ട് ബ്രേക്ക് ചെയ്യും, അല്ലെ? ദെൻ നമ്മുടെ ആ 1ലെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഡബിൾ ബോണ്ട്. ഇത്ര ഓർത്താൽ മതി. സിംഗിൾ ബോണ്ട് എല്ലാം ഡബിൾ ബോണ്ട് ആകും, ഡബിൾ ബോണ്ട് എല്ലാം സിംഗിൾ ബോണ്ട് ആകും. അതാണ് ഡിഫറൻസ്. അപ്പൊ ഇവിടെ 3 ഉം 3 ഉം തമ്മിൽ ക്ലോസ് ചെയ്തു, അല്ലെ?
3യും 3യും തമ്മിൽ ക്ലോസ് ചെയ്തു. ദെൻ ഓക്കെ, അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടഡ് ആയി. ദെൻ ഇതല്ലേ നമ്മുടെ 3യും 3 ഇതായിരുന്നു. 3 2 1 3 2 1. ഓക്കെ, ഇവിടെ ഈ 1 പൊസിഷനിൽ എന്തുണ്ടായിരുന്നു? ഒരു സോറി, ഇവിടെ ഈ 3rd പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അവിടെ റെപ്രസെന്റ് ചെയ്യുക. അല്ലെ, ഈ പൊസിഷനില് മീഥൈൽ ഗ്രൂപ്പ്. ദെൻ ഈ ഒരു 1 പൊസിഷനിൽ OH ഉണ്ട്, അതിനെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തു. ഫസ്റ്റ് പൊസിഷനിലെ OH നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തു. ദെൻ ഇത്രയും കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, ഇവിടെ ഒരു OH വരുന്ന ഒരു കേസിൽ ഇതൊരു കീറ്റോ ഈനോൾ ടോട്ടോമെറിസത്തിനും കൂടെ ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവില്ല. നമുക്കൊരു കീറ്റോ ഈനോൾ ടോട്ടോമെറിസത്തിനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ നടക്കുക? കീറ്റോ ഈനോൾ ടോട്ടോമെറിസം ഈ ഓയിലെ ലോൺ പെയേഴ്സും കൂടി ബോണ്ട് ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ബോണ്ട് ഇവിടെ കാർബണിലേക്ക് കൊടുത്ത് കാർബണിന് നെഗറ്റീവ് ചാർജ് ആകും. ഓക്കെ, അപ്പൊ ഇവിടെ O+H എന്നാകുമല്ലോ. അതിന്റെ അകത്തു നിന്നും H+നെ ഇവര് റിലീസ് ആയിട്ട് ആ H+നെ പോയി സെക്കൻഡ് കാർബൺ വന്ന് അറ്റാച്ച് ചെയ്തു. സോ അപ്പൊ നമ്മുടെ ഈ ഡബിൾ ബോണ്ട് ഇനി ഇല്ല. ദെൻ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഡബിൾ ബോണ്ട് ഓയും ഉണ്ട്, ഇവിടെ ഒരു H വന്ന് അറ്റാച്ച് ചെയ്തു. ഓക്കെ, ചില കേസിൽ നമുക്ക് ഇത് മാത്രമായിട്ട് ആൻസർ തരാം. അല്ലെങ്കിൽ നമ്മുടെ ആ നേരത്തെ OH ഉള്ള ആ ഫോമില് ഇതാ, ഒന്നെങ്കിൽ ഇത് തരാം, അല്ലെങ്കിൽ നമുക്ക് OH ഇവിടെ തന്നിട്ട് ഡബിൾ ബോണ്ട് ഇവിടെ തന്നിട്ട് അങ്ങനെ ഒരു ഇത് തരാം. ഇത് രണ്ടും കീറ്റോ ഈനോൾ ടോട്ടോമെറിസം നടത്തുന്നതുകൊണ്ടാണ് ഇത് രണ്ടും നമുക്ക് കിട്ടുക. ഓക്കെ, ചിലപ്പോൾ ഈ രണ്ട് തന്നിട്ട് ബോത്ത് A ആൻഡ് B ആ ഒരു ഓപ്ഷനും കാണാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഓക്സികോപ്പ്. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഓക്സികോപ്പ് അറേഞ്ച്മെന്റ് ആണ്. അതൊരു 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. അത് തരുന്നത് 1,5 ഹെക്സാ ഡൈഇൻ 3 ഓള്. ഓക്കെ, ഇവരാണ് അവിടെ നമുക്ക് ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് തരുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? നെയിം റിയാക്ഷൻ അറിഞ്ഞാൽ മതി. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് പഠിച്ച റീഅറേഞ്ച്മെന്റ് കൂടെ ഈ കൂടെ ഡിസ്കസ് ചെയ്തു പോകാം. ഓക്സികോപ്പ് ഞാനിപ്പോ പറഞ്ഞു. ദെൻ വേറെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? അസാകോപ്പ് റീഅറേഞ്ച്മെന്റ്. അസാകോപ്പ് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, അസാകോപ്പ് റീഅറേഞ്ച്മെന്റിൽ നമ്മൾ എടുത്തിരുന്ന റിയാക്ടന്റ് ഏതാണ്? അസ എന്ന് പറയുന്നത് നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ ഡബിൾ ബോണ്ട് സി. ഓക്കെ, ഇതാണ് നമ്മുടെ അസാകോപ്പ് റീഅറേഞ്ച്മെന്റിലെ റിയാക്ടന്റ് എന്ന് പറയുന്നത്. ഇവരും തെർമൽ കണ്ടീഷൻ ആണ്. 3,3 സിഗ്മാട്രോപിക് എല്ലാം തെർമൽ കണ്ടീഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ അലയിൽ കാർബൺ 1 ഇതല്ലേ? ദെൻ സോറി, ഇതാണ് 1. ഡബിൾ ബോണ്ടഡ് കാർബൺ അല്ലാതെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ. ഓക്കെ, 1 2 3 ഇങ്ങനെ. ദെൻ 1 2 3. ഓക്കെ, ഈ 1 1 ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു N+ ആണ് കേട്ടോ. 1 1 ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ബോണ്ട് നമ്മുടെ ഈ 1 2 പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയുള്ള ബോണ്ട് ഇതൊരു സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. ഇത് രണ്ടും R എന്ന് പറയുന്നത്. ഇതപ്പോ ഇവിടെ ബോണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി, സോറി, റിങ് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ അപ്പൊ ഇവിടത്തേത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിന് വേറൊരു സ്ട്രക്ചർ ആയിരുന്നു വരച്ചിരുന്നത്, അല്ലെ? അതായത് ഓക്കെ, നമ്പറിങ് കൊടുത്തു നോക്കുക. 1 2 3 4 5 6. ഇതില് 5th പൊസിഷനിൽ നമുക്ക് നൈട്രജൻ ആയിരുന്നു. അവിടെ ഡബിൾ ബോണ്ട് ആയി, ബിക്കോസ് നേരത്തെ സിംഗിൾ ആയിരുന്നു, ഇതിപ്പോ ഡബിൾ ആയി. ദെൻ 6th പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ 2 3. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് അസാകോപ്പ് റീഅറേഞ്ച്മെന്റിൽ കിട്ടുക. ദെൻ ആ കൂടെ പഠിച്ചത് എന്തായിരുന്നു? ക്ലെയ്സൺ കോപ്പ് റീഅറേഞ്ച്മെന്റ് പഠിച്ചു. ക്ലെയ്സൺ കോപ്പ് അതെന്തായിരുന്നു? അത് നമുക്ക് ഇപ്പൊ ക്ലെയ്സൺ എന്താ നോക്കണ്ടേ? ക്ലെയ്സണും കോപ്പും സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ, എന്തായിരുന്നു ക്ലെയ്സൺ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്? അലയിൽ വിനൈൽ ഈതറിലെ റീഅറേഞ്ച്മെന്റ് ആണ്. അലയിൽ വിനൈൽ ഈതർ. ഓക്കെ, ഒരു അലയിൽ ഗ്രൂപ്പും കാണും, ഒരു വിനൈൽ ഗ്രൂപ്പും കാണും. നോക്കാം. ഓക്കെ, നമ്മുടെ അലയിൽ ഗ്രൂപ്പ് ഇതാണ്, നമ്മുടെ വിനൈൽ ഗ്രൂപ്പ് ഇതാണ്. ഓക്കെ, രണ്ട് ഗ്രൂപ്പ് കൂടെ ഒന്നിച്ചുള്ളതാണ്
ക്ലേസൺ റീഅറേഞ്ച്മെന്റ്. നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 ദെൻ 1 2 3 1 1 ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ദെൻ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് സിംഗിൾ ബോണ്ട് എല്ലാം ഡബിൾ ബോണ്ട് ആയി, ഡബിൾ ബോണ്ട് എല്ലാം സിംഗിൾ ബോണ്ട് ആയി, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓ ആയി. ഇതാണ് നമ്മുടെ ക്ലേസൺ റീഅറേഞ്ച്മെന്റ്. ഓക്കെ, ഓർക്കുന്നില്ലേ? ഇത് തന്നെ എന്താ ഫിനൈൽ അലൈൽ ഈതറിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫിനൈലിന്റെ കേസ് പറഞ്ഞപ്പോ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം എന്ന് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഇവിടെ? ഓക്കെ, അലൈൽ അറൈൽ ഈതർ വരുമ്പോ, അലൈൽ അറൈൽ ഈതർ വരുന്ന കേസില് ഇവിടെ ഓക്സിജൻ ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ 1 2 3 നമ്പർ കൊടുത്തു, ദെൻ 1 2 3 നമ്പർ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ 1 1 ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമേ ഇപ്പൊ എഴുതുള്ളൂ. തേർഡ് പൊസിഷനിലേ വന്ന് അറ്റാച്ച് ചെയ്യുക. അതായത് ഈ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വന്നല്ലേ 3 3 സിഗ്മാട്രോപിക് നടക്കുക. അതായത് നമുക്കൊരു ഓർത്തോ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക, ഓർത്തോ പ്രൊഡക്റ്റ്. ഓക്കെ ഓക്കെ, അപ്പോ ഈ ഒരു ബോണ്ട് ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓർത്തോ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി. പക്ഷെ ഇവിടുത്തെ അരോമാറ്റിസിറ്റി ലോസ് ചെയ്തത് കൊണ്ട് ഇവിടെയുള്ള ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ദെൻ ഇത് O- ആയിട്ട് മാറി. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ അരോമാറ്റിസിറ്റി വീണ്ടും എഗെയിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഡബിൾ ബോണ്ടഡ് വന്നു. ദെൻ അവിടെ O- വന്ന് അതിലേക്ക് H അറ്റാച്ച് ചെയ്തു. ഇങ്ങനെ ഒരു ഓർത്തോ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇതും കൊണ്ട് നമ്മുടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ഓർത്തോ പ്രൊഡക്റ്റ് കൂടാതെ വേറൊരു റീഅറേഞ്ച്മെന്റും കൂടി ഈ ഒരു കേസിൽ നടക്കും. അതെന്തായിരുന്നു? പാരാ പ്രൊഡക്റ്റ് വരാനുള്ള ഒരു ചാൻസ് കൂടെ ഈ ഒരു കേസിലുണ്ട്. നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ബ്രേക്ക് ആയി പോയി. ഓക്കെ, നോക്കാം. 1 2 3 then again 1 2 3 ഇവിടെ ബ്രേക്ക് നടന്നിട്ട് ഈ 3യും ഈ 3യും കൂടെ കമ്പൈൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെയല്ലേ നമ്മുടെ പ്രൊഡക്റ്റിന്റെ എന്താ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഈ തേർഡ് പൊസിഷനിൽ എന്ത് വരും? ഈ ഒരു ഗ്രൂപ്പ് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നത് ഇങ്ങനെ. ഇപ്പൊ ഇവിടെ ഒരു വീണ്ടും ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ അതിന്റെ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് OH വരും. അപ്പോഴും അരോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഒരു പാരാ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ മേജർ എന്ന് പറയുന്നത് ഓർത്തോ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇപ്പൊ ഓർത്തോയും പാരായും രണ്ടും ഒരു R ഗ്രൂപ്പ് വെച്ച് ബ്ലോക്ക്ഡ് ആണെന്ന് വെക്കുക. ഇത് ഇവിടെ ഒരു R ഗ്രൂപ്പ്, ഇവിടെ ഒരു R ഗ്രൂപ്പ്, ഇവിടെ ഒരു R ഗ്രൂപ്പ്. ഓർത്തോയിലും പാരായിലും ഒന്നും ഹൈഡ്രജൻസ് ഇല്ല എങ്കിൽ ശ്രദ്ധിക്കുക, ഓർത്തോയിലും പാരായിലും ഒന്നും ഹൈഡ്രജൻസ് ഇല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ ഇവിടെ പോസിബിൾ അല്ല. ഇങ്ങനെ ഒരു 3 3 സിഗ്മാട്രോപിക് ഇവിടെ നടക്കില്ല. കാരണം അരോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയല്ല. ഓക്കെ, അതായിരുന്നു നമ്മുടെ ക്ലേസണിൽ നമ്മൾ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞത്. ദെൻ ക്ലേസൺ കഴിഞ്ഞിട്ട് കോപ്പും കൂടെ എന്തായിരുന്നു? കോപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1,5 ഹെക്സാഡൈനിലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1,5 ഹെക്സാഡൈനിൽ നടക്കുന്ന ഒരു 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു, 1 2 3 കൊടുത്തു, 1 2 3. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ 3യും 3യും കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വരും? ഇങ്ങനെ ഒരു 3 3 സിഗ്മാട്രോപിക്. ഇത് സിമ്പിൾ കോപ്പ് റീഅറേഞ്ച്മെന്റ്. നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരുന്നു? ക്ലേസണും കോപ്പും കൂടെ മിക്സഡ് ആയിട്ടുള്ളത്. ഓക്കെ, 1,5 ഹെക്സാഡൈൻ ആണ്. ആ കൂടെ ഒരു ഈതർ ഗ്രൂപ്പ് കൂടെ കാണും. അപ്പൊ നമ്മുടെ റിയാക്ടന്റ് എങ്ങനെ ഇരിക്കും? ഇവിടെ ഒരു ഈതർ ഗ്രൂപ്പ് ഉണ്ട്, 1,5 ഹെക്സാഡൈന്. സെയിം 3 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് തന്നെ ഇവിടെ നടക്കും. ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു ഡബിൾ ബോണ്ട് എക്സ്ട്രാ വരും എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ. ഓക്കെ, ഡബിൾ ബോണ്ട് ദെൻ ഇവിടെ ഡബിൾ ബോണ്ട്. ഇതായിരുന്നു എന്ത്? ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഏതൊക്കെ നെയിം റിയാക്ഷൻ ആണ് പറഞ്ഞത്? ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് ഉണ്ട്, അസാകോപ്പ് റീഅറേഞ്ച്മെന്റ് ഉണ്ട്, ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ് ഉണ്ട്, ദെൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോപ്പ് റീഅറേഞ്ച്മെന്റ് ഉണ്ട്,
ഈ കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തെർമൽ കണ്ടീഷനിൽ മാത്രമേ അലൗഡ്. കോപ്പ് എന്ന് പറയുന്ന 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എല്ലാം തെർമൽ കണ്ടീഷനിൽ അലൗഡ് ആണ്. ഫോട്ടോ കെമിക്കലി അത് ഫോർബിഡൺ ആണ്. ഓക്കെ, നമ്മൾ ഹോമോ ലൂമോ ഒക്കെ വെച്ച് നമ്മൾ റെഫോമോ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത്ര ഓർത്താൽ മതി. 3,3 സിഗ്മാട്രോപിക് ഒരു തെർമലി അലൗഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, ദെൻ ക്ലേസൺ റീഅറേഞ്ച്മെന്റ് എന്താണെന്ന് പറഞ്ഞു. അലൈൽ വിനൈൽ ഈതർ തരുന്നതാണ്. ദെൻ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, തയോ ഈതർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, തയോ അതായത് നമ്മുടെ ഓക്സിജന് പകരം സൾഫർ ആണെങ്കിൽ അവിടെ 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കില്ല, സൈക്ലൈസേഷൻ ആയിരിക്കും നടക്കുക. അസോ ആണെങ്കിൽ അതായത് NH നമ്മൾ കണ്ടല്ലോ, അവിടെ ആണെങ്കിൽ 3,3 സിഗ്മാട്രോപിക് നടക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഇത്ര വൺ നെയിം റിയാക്ഷൻസ് പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? ഇത് HNO കണ്ടീഷനിലുമാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് രണ്ട് റിയാക്ടൻസ് ഉണ്ട്. ഇത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഒരു സൈക്ലോ അഡീഷൻ ആണ്. ഇത് ഉറപ്പായിട്ടും ഒരു സൈക്ലോ അഡീഷൻ ആണ്. അതിൽ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചെക്ക് ചെയ്തേ. ഇവിടെ 2 + 2 4, ഇവിടെ 2, അപ്പൊ 4+2 സിസ്റ്റം ആണെന്നും ക്ലിയർ ആയി. ഓക്കെ, ഇതൊരു 4+2 സിസ്റ്റം ആണ്. ഡീൽസാൾഡർ റിയാക്ഷൻ ആണ്. ഡീൽസാൾഡർ റിയാക്ഷനിലല്ലേ ഒരു ഡൈഈനും ഒരു ഡൈഈനോ ഫൈലും വരുമോ? ഡൈഈനോ OH ഡൈഈനുണ്ട്, ഡൈഈനോ ഫൈലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ഡീൽസാൾഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ. CHO. ഓക്കെ, ഇതിൽ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ 4 കേസസ് പറഞ്ഞായിരുന്നു. ഓക്കെ, ആ 4 കേസസ്, 2 കേസസ് നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡൈഈനിലുള്ളതാണ് കേട്ടോ. ഡൈഈനിലെ ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഓക്സിജൻ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആളല്ലേ, ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇന്നർ കാർബണിലാണെങ്കിൽ അവിടുത്തെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 1,4 പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇനി ടെർമിനൽ പൊസിഷനിലാണെങ്കിൽ, ഇതുപോലെ ഈ അറ്റത്ത് ആണ് നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നതെങ്കിൽ അവിടുത്തെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 1,2 പ്രൊഡക്റ്റ് ആയിരിക്കും. ടെർമിനലിലാണെങ്കിൽ 1,2 പ്രൊഡക്റ്റും ഇന്നറിലാണെങ്കിൽ 1,4 പ്രൊഡക്റ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇന്നർ പൊസിഷനിലല്ലേ നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡൈഇനിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണം കിട്ടാൻ? 1,4 പ്രൊഡക്റ്റ് വേണം കിട്ടാൻ, അല്ലേ? ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ്? ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് ഇവിടെ വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പൊസിഷനിൽ 1,4 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പൊസിഷൻ അല്ലേ OH കിടക്കുക, ആ ഒരു പൊസിഷനിൽ തന്നെ OH കൊടുത്തു. ഈ OHന് 4th പാര ആയിട്ടായിരിക്കും നമ്മുടെ CHO ഗ്രൂപ്പ് വരിക. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇവിടെ 1, 2, 3, 4th പൊസിഷൻ 1,4 പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഏത് കേസില്? നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എവിടെ വരിക? ഇന്നർ കാർബണിൽ വരികയാണ്. ഓക്കെ, ഡൈഇന്റെ കേസില്, ഡൈഇനില് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇന്നർ കാർബണിൽ വരുവാണെങ്കിൽ അത് നമുക്ക് 1,4 പ്രൊഡക്റ്റ് തരും. ഇതിന് ടെർമിനൽ കാർബണിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1,2 പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ആ സ്റ്റീരിയോ കെമിസ്ട്രി പഠിച്ചതാണ്. അതിന് റീസൺ എന്തായിരുന്നു? 1,4-ലാണെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് എന്താ കോൺജുഗേഷൻ ഉണ്ട്, അതുപോലെ ഡീലോക്കലൈസേഷൻ, ഒത്തിരി നമുക്ക് ഡീലോക്കലൈസേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു 1,4 പ്രൊഡക്റ്റ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ സിഗ്മാട്രോപിക് അല്ല, നമുക്ക് മനസ്സിലാകും. കാരണം ഇവിടെ എന്താ, സിഗ്മാട്രോപിക് 1/3 ഇൻ കേസ് ഒന്നും അല്ലല്ലോ ഇവിടെ. അപ്പൊ ഇത് പിന്നെ വരാനുള്ള ചാൻസ് എന്താണ്, HNU തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വരാനുള്ള ചാൻസ് എന്താ, ഇതൊരു ഇലക്ട്രോസൈക്ലിക് റിംഗ് ക്ലോഷർ അല്ലേ, റിംഗ് ക്ലോഷർ നമുക്ക് ചെയ്യിക്കാം. ഓക്കെ, അതിനു മുന്നേ ഇത് ഏത് കോൺഫിഗറേഷൻ ആണ് നോക്കുക. ഇവിടെ കോൺ റൊട്ടേഷൻ ആണോ ഡിസ്റൊട്ടേഷൻ ആണോ ചെയ്യേണ്ടത് എന്ന് നോക്കുക. അതൊക്കെയല്ലേ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പൊ ഇത് ഏത് കോൺഫിഗറേഷൻ ആണ്, 2 ഹൈഡ്രജനും ഉള്ളിലേക്ക് 2 മീഥൈലും പുറത്തേക്ക്. ഇതൊരു സിസ് കോൺഫിഗറേഷൻ അല്ലേ. ഓക്കെ, ഇതൊരു സിസ് കോൺഫിഗറേഷനിലാണ് ഇരിക്കുക. 2 ഹൈഡ്രജനും അകത്ത്, 2 ഹൈഡ്രജനും പുറത്ത്. ദെൻ HNU കണ്ടീഷൻ ആണ്. ഓക്കെ, ഇത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ, 1 2 3 4 5 6, ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ 6 പൈ ഇലക്ട്രോൺസിൽ HNU ചെയ്യുമ്പോൾ അവിടെ ഏത് റൊട്ടേഷൻ ആണ്, കോൺ റൊട്ടേഷൻ ആണ് ചെയ്യുക. കോൺ റൊട്ടേഷൻ, കോൺ റൊട്ടേഷൻ. ഞാൻ പറഞ്ഞു C4 ചേഞ്ച് എന്ന് ഓർക്കുക. അപ്പൊ സിസ് ഉള്ളത് എന്തായിട്ട് മാറണം, കോൺ റൊട്ടേഷൻ ചെയ്യുമ്പോൾ ട്രാൻസ് ആയിട്ട് മാറണം. നമ്മുടെ ഫൈനൽ ആൻസറിൽ അത് ട്രാൻസിൽ വേണം അറേഞ്ച് ചെയ്യാൻ. അപ്പോ ഇതെങ്ങനെ വരും, റിംഗ് ക്ലോഷർ നടക്കുമ്പോ ഡബിൾ ബോണ്ട് എല്ലാം മാറുന്നുണ്ട്, പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്യുന്നല്ലേ. അപ്പോ ഇത് രണ്ടും ട്രാൻസ് ആയിട്ട് വേണം അറേഞ്ച് ചെയ്യാൻ. ഓക്കെ, സിസ് എന്തായിട്ട് മാറും, ട്രാൻസ് ആയിട്ട് മാറും. തിരിച്ച് ഇവിടെ എന്താ ഡാഷൻ തന്നിട്ട് ഇവിടെ വെഡ്ജ് കൊടുത്താലും കുഴപ്പമില്ല, ട്രാൻസ് കോൺഫിഗറേഷൻ സ്റ്റീരിയോ കെമിസ്ട്രി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മള് ഒരു ഹിന്റ് വെച്ച് നമ്മൾ ഈ ഒരു ഇത് ഓർത്തിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, 4NTC എന്ന് ഓർക്കുക അല്ലെ. എന്തായിരുന്നു, 4NTC, 4 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണ്. തെർമലി ആണെങ്കിൽ അത് കോൺ റൊട്ടേഷൻ. ഇപ്പൊ 4NHNU ആണെങ്കിലോ കോണിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഡിസ് റൊട്ടേഷൻ. ദെൻ അപ്പൊ 4N+2 ആണെങ്കിൽ തെർമലി എന്തായിരിക്കും, ഡിസ് ആയിരിക്കും. ഈ 4N+2 ഫോട്ടോ കെമിക്കൽ എന്തായിരിക്കും, കോൺ റൊട്ടേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഓർത്തു വെക്കുക. കോൺ എന്ന് വെച്ചാലായിട്ട് ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഡിസ് എന്ന് വെച്ചാൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അത് അത്രേ ഉള്ളൂ. ഇലക്ട്രോസൈക്ലിക്കിൽ ആ ഒരു സ്റ്റീരിയോ കെമിസ്ട്രി മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, റിംഗ് ഓപ്പൺ ചെയ്യുന്ന കേസ് ആണെങ്കിലോ അത് നമുക്ക് നെക്സ്റ്റ് പറയാം. റിംഗ് ക്ലോസിംഗ് ആണല്ലോ നമ്മളിപ്പോ കണ്ടത്. അപ്പൊ അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയിലുള്ള ആ ഒരു എന്താ 4NTC റൂള് മാത്രം ഓർക്കുക. ഓക്കെ, ഇനി റിംഗ് ഓപ്പൺ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഇപ്പോഴും ഈ ഒരു കേസിൽ ഇവിടെ തെർമലിയാണ് കേട്ടോ, തെർമലിയാണ്. ഇത് റിംഗ് ഓപ്പൺ കേസ് ആണ്. എങ്ങനെ റിംഗ് ഓപ്പൺ ചെയ്യുക, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ആക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും, ഇവിടെ 2 മീഥൈലും എന്തായിരുന്നു, ട്രാൻസ് ആയിട്ടായിരുന്നു ഇരുന്നത്. ഇങ്ങനെ, അതായത് ഒരാൾ ഉള്ളിലേക്ക് ഒരാൾ പുറത്തേക്ക് അല്ലെ, രണ്ടുപേരും ട്രാൻസ് ആയിട്ടാണ് ഇരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയില്ലല്ലോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ എന്താ സ്റ്റീരിയോ കെമിസ്ട്രി ചെയ്തില്ല. അതിനൊന്നും നമ്മൾ നോക്കേണ്ട എന്താണ്, തെർമൽ കണ്ടീഷനിലാണ്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള ശേഷം, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പൈ ഇലക്ട്രോൺസിന്റെ എണ്ണവേ നമ്മൾ എടുക്കാവുള്ളൂ അല്ലെ. അല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്നതിന്റെ എടുക്കരുത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എത്ര പൈ ഇലക്ട്രോൺസ് വരും ആ ഒരു നമ്പർ വേണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ സ്റ്റീരിയോ കെമിസ്ട്രി കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ 4 ആയില്ലേ. 4NTC അല്ലേ, T തെർമൽ, C ചേഞ്ച് ചെയ്യണം. അപ്പോ ഈ ട്രാൻസ് ഉള്ളവരെ എന്താക്കി മാറ്റും എന്നാ പറഞ്ഞത്, സിസ് ആക്കി മാറ്റുക. ട്രാൻസ് ഉള്ളവരെ എന്താക്കി മാറ്റുക, സിസ് ആക്കി മാറ്റുക. അപ്പൊ 2 മീഥൈലും അകത്തേക്ക്. ഓക്കെ, C4 ചേഞ്ച്, ട്രാൻസിൽ നിന്ന മീഥൈൽ ഇപ്പോ സിസ് ആയി. ഇത് നേരെ തിരിച്ചെന്താ, ഇത് പുറത്തോട്ട് രണ്ടുപേരെ അറേഞ്ച് ചെയ്യാം. രണ്ടും ഒരേ കോൺഫിഗറേഷൻ ആയാൽ മതി, രണ്ടും അകത്തോട്ടോ പുറത്തോട്ടോ. ഇപ്പൊ ഏത് വേണമെങ്കിലും ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ തരുവുള്ളൂ, സിസ് ആയിട്ടുള്ള ഓർമ്മ കാണുകയുള്ളൂ. പിന്നെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ മാറ്റി തരാം. ഡബിൾ ബോണ്ടും കൂടെ അപ്പൊ ശ്രദ്ധിക്കുക ചെയ്യുമ്പോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനില് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ടൈപ്പ് തന്നെയായിരുന്നു, MEnO2. ഓക്കെ,
ഇത് ടെർമിനൽ പൊസിഷനിൽ നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു. അപ്പൊ എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടേണ്ടത്? 1 2 പ്രൊഡക്റ്റ് അല്ലേ കിട്ടേണ്ടത്. പ്രൊഡക്റ്റ് എങ്ങനെ വരും? ടെർമിനൽ പൊസിഷനിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. സോ 1 2 പൊസിഷൻ ഇവിടെയും ഇവിടെയും ആയിരിക്കും. അതിവിടെ ഇവിടെ ME, ഇവിടെ NO2. ഡബിൾ ബോണ്ട് എവിടെയാണ് ഷിഫ്റ്റ് ചെയ്ത് വരിക? ഇങ്ങോട്ടേക്ക് അല്ലെ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ റിംഗ് ഓപ്പൺ കേസ് പഠിച്ചു. ഓക്കെ, ഈ ഡീൽസാളുടെ റിയാക്ഷനിൽ ഈ സെയിം സ്റ്റീരിയോകെമിസ്ട്രി നമുക്ക് അപ്ലൈ ചെയ്യാവേ. അതായത് 4+2 സിസ്റ്റം എന്ന് പറയുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡീൽസാളുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 4+2 അല്ലേ. ഈ 4+2 എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കലി അലൗഡ് ആണ്. അതെന്ന് വെച്ചാൽ എന്താ 6 ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ 6 ഇലക്ട്രോൺസ് ഫോട്ടോ കെമിക്കലി ആണ് അലൗഡ് ആയിട്ടുള്ളത്. സോറി, 6 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് തെർമലി ആണ് അലൗഡ്. അത് നമ്മൾ ഈ എന്താ FMO തിയറി ഒക്കെ വരച്ച് നോക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. 4+2 എന്ന് പറയുന്നത് തെർമലി ആണ് അലൗഡ്. അപ്പൊ 4+2 എന്ന് വെച്ചാൽ 6 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡീൽസാൾഡറിൽ തെർമലി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ, ഫോട്ടോ കെമിക്കലി ഇല്ല. ദെൻ 2+2 ആണെങ്കിൽ ഫോട്ടോ കെമിക്കലി ആണ് അലൗഡ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഡീൽസാളുടെ റിയാക്ഷനിൽ വേണ്ട റിക്വയർമെന്റ് എന്ന് വെച്ചാൽ ഡൈഈൻ എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ആയിരിക്കണം. ഇതിനൊരു ഡൈഈനോഫൈൽ വേണം. ഈ ഡൈഈനിൽ ഇലക്ട്രോൺ ഡൊണേറ്റീവ് ഗ്രൂപ്പും ഡൈഈനോഫൈൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും വന്നാലാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആവുക എന്ന് പറഞ്ഞു. ദെൻ ഈ ഡൈഈൻ ഏത് കോൺഫിഗറേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞ് സിസ് കൺഫർമേഷനിലായിരിക്കണം ഡൈഈൻ ഉണ്ടായിരിക്കേണ്ടത്. അതായത് പെർമനന്റ്ലി സിസ് ആണെങ്കിലാണ് കൂടുതലായിട്ടും ഡീൽസാളുടെ റിയാക്ഷൻ തരിക. പെർമനന്റ്ലി ട്രാൻസിലുള്ളവരെ ഡീൽസാളുടെ റിയാക്ഷൻ തരികയില്ല. പക്ഷെ ചില ട്രാൻസുകളെ സിസ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്ത് മാറാം. ദെൻ ഇവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ അതാണ് കേട്ടോ. ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ കണ്ടു കാണും. ME ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇട്ടിട്ടുണ്ട്. അതായത് ഇന്നർ കാർബണിൽ നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ പ്രൊഡക്റ്റ് എന്താണ്? 1,4 പ്രൊഡക്റ്റ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ 2 തവണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ വേറെ പ്രൊഡക്റ്റ് ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്, പക്ഷെ 2 കോൺസെപ്റ്റ് ഒരു വന്നിട്ടുണ്ട് അല്ലെ. ഒരേ കോൺസെപ്റ്റിന് 2 തവണ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനൊരു ഇത് ഇവിടെ ഓക്സിജൻ, ഇവിടെ 2 റിങ് ഇതാ ഇങ്ങനെ. ഓക്കെ, ഇതിൽ ആർക്കാണ് ഡീൽസാളുടെ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് തരിക? ഏതാണ് ഏറ്റവും സ്ലോ? ഇതിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് പെർമനന്റ്ലി ട്രാൻസ് ആയിട്ടുള്ളവർ ഒരിക്കലും ഡീൽസാളുടെ റിയാക്ഷൻ തരത്തില്ല. ഈ ഒരു കേസിൽ ഇതൊരു പെർമനന്റ്ലി ട്രാൻസ് ആണ് അല്ലെ. ഇവരെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. 2 റിങ്ങിന്റെ ഇടയിൽ ട്രാൻസ് അല്ലേ ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി. ട്രാൻസ് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണ് ഇരിക്കുക. അപ്പോ സിസ് ഡൈഈൻ ആണ് കൂടുതൽ ഡീൽസാളുടെ റിയാക്ഷൻ എക്സലന്റ് ആയിട്ട് തരുന്നത്. അതിൽ തന്നെ ഇത് പെർമനന്റ്ലി ട്രാൻസ് എന്ന് വെച്ചാൽ ഇവരെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനൊന്നും പറ്റുമല്ല, കാരണം ഒരു റിങ്ങിൽ ഇവരെ അടച്ചു വെച്ചിരിക്കുവാണ്. എന്നാൽ ഈ ഒരു ഫസ്റ്റ് കേസ് നോക്കിയേ, ഇത് സിസ് ആണ്, അതും പെർമനന്റ്ലി സിസ് ആണ്. കാരണം എന്താ പെർമനന്റ് എന്ന് പറയാൻ കാരണം? ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവരെ ഫ്ലിപ്പ് ചെയ്ത് ട്രാൻസ് ആവാൻ ഇവർക്ക് പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഓക്സിജനോ ഒരു റിങ്ങോ വെച്ചോ ഇവരെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ സിസ് ആക്കി നിർത്തുവാണെങ്കിൽ അവരൊരിക്കലും ട്രാൻസിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് പോവുകയല്ല. ഇവരായിരിക്കും അപ്പൊ ബെസ്റ്റ് ആയിട്ട് ഡീൽസാളുടെ റിയാക്ഷൻ തരിക. ഇവര് ലീസ്റ്റ് ആയിരിക്കും. ദെൻ ഈ 2 പേരിലോ ഇത് ട്രാൻസ് ആണ് അല്ലെ, ഇത് സിസ് ആണ്. ഈ ട്രാൻസിന് ഫ്ലിപ്പ് ചെയ്യാം, പക്ഷെ എങ്കിലും വീക്ക് ആയിട്ടുള്ള ഡീൽസാളുടെ റിയാക്ഷൻ തരത്തുള്ളൂ ആസ് കമ്പയർഡ് ടു ദിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓർഡർ എങ്ങനെ വരും? 4th വൺ ആണ് ഏറ്റവും ലെസ്. ദെൻ ആരാണ്? സെക്കൻഡ് വണ് ഇതാണ് കേട്ടോ. സെക്കൻഡ് വണ് ഈ ട്രാൻസിലുള്ള ഇവരാണ് സെക്കൻഡ് വണ്. ദെൻ ഇതാണ് ഫസ്റ്റ് വണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തരുന്നത് ഇത് തേർഡ് ആണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിലെ തേർഡ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ ഈ ഡൈഈനോഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ബോണ്ട് മാത്രമുള്ള ആ ഒരു സെക്ഷൻ.
എപ്പോഴും അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യും. സിസ് ആണെങ്കിൽ സിസിൽ തന്നെ അവർ ഇരിക്കും, ട്രാൻസ് ആണെങ്കിൽ അവർ ട്രാൻസിൽ തന്നെ ആയിരിക്കും. ആര്? ഡൈഈനോഫൈൽ. ഓക്കെ, ഡൈഇന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത് കുറച്ച് അത് ഓക്കെ, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയണം. ഇപ്പൊ ഞാൻ ഡൈഇനോഫൈലിന്റെ കേസ് പറഞ്ഞത് വെച്ചൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ഡൈഇനോഫൈൽ രണ്ടും ഓപ്പോസിറ്റ് പൊസിഷനിലാണ്. ഇത് ഞാൻ CO2Me ആണ് കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടി നിട്ടേ ഉള്ളൂ. CO2Me ആണ്. രണ്ടുപേരും ട്രാൻസിലാണ് അല്ലെ. ഇത് ഡീൽ സാൾട്ട് റിയാക്ഷനും ആണ്. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ഒരു 6 മെമ്പേർഡ് റിംഗ് വരും. ഇവരെ രണ്ടുപേരെയും നമ്മൾ ട്രാൻസ് ആക്കി വേണം, അതായത് മെയിൻറ്റെയിൻ ചെയ്യുക ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി ട്രാൻസ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യുക. ഇത് ആരുടെ കേസിലാണ്? ഡൈഇനോഫൈലിലെ സ്റ്റീരിയോ കെമിസ്ട്രി പറയുവാണെങ്കിൽ. ഓക്കെ ഓക്കെ, ഇതിൽ ഇടയ്ക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ റിംഗ് ക്ലോഷർ ആണ് അല്ലെ, റിംഗ് ക്ലോഷർ ആണ്. ദെൻ ഇതില് എന്താണ്, ഇത് സിസ് അല്ലേ, സിസ് രണ്ടും അകത്തോട്ടാണ്, സിസ് ആണ്. HNu ആണ്. എത്ര ഇലക്ട്രോൺസ് ആണ്? 1 2 3 4. 4 HNu എന്ന് പറയുന്നത് എന്താണ്? ഡിസ് ആണ്. ഡിസ് എന്ന് വെച്ചാൽ നോ ചേഞ്ച്, നോ ചേഞ്ച്. അതായത് സിസിൽ തന്നെ വേണം അറേഞ്ച് ചെയ്യാൻ. ഓക്കെ, അതായത് ഡിസ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഈ ഹൈഡ്രജൻ മേലെ പോകും, മീഥേൽ താഴെ വരും അല്ലെ. ഇവിടെയും ഹൈഡ്രജൻ മേലെ പോകും, മീഥേൽ താഴെ വരും. അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പൊ സിസിൽ തന്നെയാണല്ലോ നമുക്ക് കിട്ടുക. ഹൈഡ്രജൻ മേലെ പോകും, മീഥേൽ താഴെ വരും. ഇതാണ് നമ്മുടെ സിസ്, നോ ചേഞ്ച് അല്ലെ. ഡിസ് എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ചെയ്യത്തില്ല, കൺഫർമേഷൻ. അത് ഇടയ്ക്ക് ഞാൻ ഇട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന്റെ ഇപ്പൊ പറഞ്ഞതിന്റെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഒരു കേസും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മീഥൈല് ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഓക്കെ, ഇത് റിംഗ് ഓപ്പണിംഗ് ആണ് അല്ലെ. റിംഗ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാ? ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഏതാണ്? തെർമൽ കണ്ടീഷനിലുമാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞവിടെ എത്ര ഇലക്ട്രോൺസ് വരും? 4 ഇലക്ട്രോൺസ് വരും. 4 ആണ്, തെർമൽ ആണ്, C ആണ് അല്ലെ. ഫോർ TC അല്ലേ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് 4 ഇലക്ട്രോൺസ് വരും. തെർമൽ കണ്ടീഷൻ ആണ്. ഇപ്പം കോൺ ആണ്. കോൺ എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ചെയ്യണം. ഇത് ഏതിലായിരുന്നു? ട്രാൻസിലായിരുന്നു നിന്നിരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തിലോട്ട് വരണം? സിസിലോട്ട് വരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, കോൺ അല്ലേ. കോൺ റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? രണ്ടും ഒരേ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മീഥൈൽ ലെഫ്റ്റിലോട്ട് വരും, മീഥൈൽ റൈറ്റിലോട്ട് വരും, ഹൈഡ്രജൻ ലെഫ്റ്റിൽ പോകും. ഇവിടെ ആണെങ്കിൽ മീഥൈൽ ലെഫ്റ്റിൽ വരും, ഹൈഡ്രജൻ റൈറ്റിൽ വരും. അപ്പൊ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് മീഥൈൽ ഇവിടെ വരും, ഇവിടെ മീഥൈൽ വരും, ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഓക്കെ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നേ. PH ഫീനൽ ഗ്രൂപ്പ് ആയിരുന്നു. ഇവിടെ ഫീനൽ ഗ്രൂപ്പ് ആയിരുന്നു. ഇത് ഏത് തെർമൽ കണ്ടീഷൻ ആണ്? ഇത് ഏത് റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 4 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഒരു 2 ഇലക്ട്രോൺസ് നമുക്ക് എടുക്കാം. അപ്പൊ ഇതൊരു 4+2 ആണ്. 4+2 സൈക്ലോ അഡീഷൻ ആണ് കിട്ടുക. കാരണം നമ്മുടെ ഫൈനൽ ആൻസറും അവർ തന്നിട്ടുണ്ടായിരുന്നു. ഫൈനൽ ആൻസറിൽ ഇങ്ങനെ ആഡ് ചെയ്തുള്ള ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ് കിട്ടിയത്. അപ്പൊ ഇത് ആഡ് ചെയ്തിട്ടുണ്ടായ പ്രൊഡക്റ്റ് അല്ലേ. ഈ രണ്ടുപേരോട് ആഡ് ചെയ്തപ്പോ ഏത് അഡീഷൻ ആണ്? 4+2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ആയിരുന്നു അത്. എനിക്ക് നമുക്ക് ഒറ്റനോട്ടിൽ തന്നെ പറയാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മള് ഇലക്ട്രോസൈക്കിൾ റിംഗ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇത് രണ്ടും സിസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് വരിക?
ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓപ്പൺ ശേഷം 6 അല്ലേ, ഇത് തെർമലി വരുന്നു. അപ്പൊ 6 പൈ ഇലക്ട്രോൺസ് തെർമലി ആവുമ്പോ കോൺ ആണ്. കോൺ റൊട്ടേഷൻ വെച്ചാൽ എന്താ, സി ഫോർ ചേഞ്ച്. ഇത് സിസ് ആയിരുന്നു, സിസ് എന്തായിട്ട് മാറണം, ട്രാൻസ് ആയിട്ട് മാറണം. മീഥൈൽ അകത്തോട്ട്, ഹൈഡ്രജൻ പുറത്തോട്ട്. അപ്പൊ മീഥൈൽ പുറത്തോട്ട്, ഹൈഡ്രജൻ അകത്തോട്ട്. ഓക്കെ, അപ്പൊ ട്രാൻസ് ആയിട്ട് മാറി, സിസ് ട്രാൻസ് ആയിട്ട് മാറി. ഓക്കെ, ഇനി നമ്മൾ ഡൈഇന്റെ സ്റ്റീരിയോ കെമിസ്ട്രി പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. അതില് എന്താ, ഓക്കെ, ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഞാനത് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ക്ലിയർ ആക്കി തന്നായിരുന്നു, എങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇങ്ങനെ ഒരു കേസിൽ എനിക്കിത് പറഞ്ഞപ്പോൾ മിസ്റ്റേക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് തെറ്റിപ്പോയായിരുന്നു. അതായത് ഔട്ട്വേർഡിലോട്ടാണ് നമ്മുടെ ഡൈഇനിലെ സബ്സ്റ്റിറ്റ്യൂവൻസ് എങ്കിൽ, ഔട്ട്വേർഡിലോട്ടാണ് നമ്മുടെ ഡൈഇനിലെ സബ്സ്റ്റിറ്റ്യൂ എങ്കിൽ നമ്മൾ അതിനെ വെഡ്ജിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഔട്ട്വേർഡിനെ ഡാഷിലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നോട്ടിൽ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ അതൊന്ന് എന്താ ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ ഔട്ട്വേർഡിലോട്ടാണ് എന്റെ സബ്സ്റ്റിറ്റ്യൂന്റ് ഡൈഇനിൽ വന്നതെങ്കിൽ അത് നമ്മൾ വെഡ്ജിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ദെൻ ഇൻവേർഡിലോട്ടാണ് സബ്സ്റ്റിറ്റ്യൂന്റ് എങ്കിൽ അതിനെ നമ്മൾ ഡാഷിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. നിങ്ങൾ ഇത് ഇങ്ങനെ ഓർത്താൽ മതി. ഔട്ട് എന്ന് വെച്ചാൽ വേണ്ട, ഔട്ട് പുറത്താക്കുന്നല്ലേ, ഔട്ട് വേണ്ട എന്നുള്ളത് WE എന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഔട്ട് വേണ്ട, ഔട്ട് എന്ന് വെച്ചാൽ എന്താ, പുറത്തോട്ട് കളയുക, വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഔട്ട്വേർഡ് വെഡ്ജ്, വേണ്ട വെഡ്ജ്, അങ്ങനെ ഓർക്കുക. അപ്പൊ തെറ്റിപ്പോകത്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. രണ്ട് ഡബിൾ ബോണ്ട്, പുറത്തോട്ടാണ് നമ്മുടെ 6, ഉള്ളിലോട്ട് ഹൈഡ്രജൻ ആണ്. ദെൻ നമ്മുടെ ഡൈഇനോഫൈല്, ഡൈഇനോഫൈല് 4+2 ഏതാണെന്ന് ഞാൻ പറഞ്ഞത്, സൈക്ലോഡീഷൻ, HNO അലൗഡ് ആണ് അല്ലെ. നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി ഉള്ള റിയാക്ടന്റ് എഴുതുക. അപ്പൊ നമ്മൾ ആൻസറിൽ എന്താണ് വരിക എന്ന് നോക്കാം. ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, 6 മെമ്പർഡ് റിംഗ് ഫോം ചെയ്തു, ഡബിൾ ബോണ്ട് ഇവിടെ വന്നു അല്ലെ. ദെൻ R' 6 നമ്മളുടെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ് നമുക്ക് അറിയേണ്ടത്. ഈ 6 എന്ന് പറയുന്നത് പുറത്തോട്ടല്ലേ, ഔട്ടിലോട്ടല്ലേ ഇത് നിൽക്കുന്ന, ഔട്ട്വേർഡ്, പുറത്തോട്ട്. ഔട്ട് എന്ന് വെച്ചാൽ എന്താ, വെഡ്ജ് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണ് ഇത്. ദെൻ നമ്മുടെ R' അപ്പോൾ എന്താണ് സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് അറിയണം. അതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഒരു എന്താ ഒരു പോയിന്റ് ആയിട്ട്. നമ്മുടെ ഡൈഇനിൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഡൈഇന്റെ സ്റ്റീരിയോ കെമിസ്ട്രി കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. അതില് സിസ് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം ട്രാൻസ് ഡൈഇൻ. നമ്മൾ ഈ ഡൈഇനോഫൈലിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെയാണ് പറയുക എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ സിസ് ഡൈഇൻ ആണെങ്കിൽ, ഡൈഇന്റെ ഡബിൾ ബോണ്ട് സിസിലാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ ട്രാൻസിലായിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, നമ്മുടെ ഡൈഇന്റെ ഡബിൾ ബോണ്ട് ട്രാൻസ് സ്റ്റീരിയോ കെമിസ്ട്രിയിലായിരുന്നെങ്കിൽ, ഓക്കെ, ട്രാൻസ് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്തായിരിക്കും, സിസ് ആയിരിക്കും. അപ്പൊ തലതിരിച്ചുള്ള ഒരു കേസ് അല്ലേ നമ്മൾ പറഞ്ഞത്. ഈ ഒരു കേസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോ നോക്കിക്കേ, ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഈ ഡബിൾ ബോണ്ട് ഏത് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണ്, രണ്ട് ബൾക്കി ഗ്രൂപ്പും ഓപ്പോസിറ്റ് ആയിട്ടല്ലേ കിടക്കുക. അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ മതി, രണ്ട് ഹൈഡ്രജൻസ് എവിടെയാണ്, ഓപ്പോസിറ്റിലല്ലേ കിടക്കുക. അപ്പോ ഇത് ഏത് സ്റ്റീരിയോ കെമിസ്ട്രി ആണ് നമ്മുടെ ഡൈഇൻ ഉള്ളത്, ട്രാൻസ് സ്റ്റീരിയോ കെമിസ്ട്രി ആണ് നമ്മുടെ ഡൈഇൻ ഉള്ളത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിട്ട് വരണം, സിസ് ആയിട്ട് വരണം. അപ്പോ സിസ് ആയിട്ട് വരണമെങ്കിൽ ഈ വെഡ്ജിൽ വരച്ച ആറിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ R' വരയ്ക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഔട്ട് എന്ന് വെച്ചാൽ എന്താ, വെഡ്ജിൽ വേണം വരയ്ക്കാൻ, ഔട്ട്വേർഡിനെ വെഡ്ജിൽ വേണം വരയ്ക്കാനായിട്ട്.
ഇനി നമ്മുടെ ഡൈഇനോഫൈലിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി കാണാൻ നമ്മൾ ഡൈഇന്റെ ഡബിൾ ബോണ്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക. സിസിലാണ് നമ്മുടെ ഡൈഇൻ ഉള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ട്രാൻസ് ആയിട്ട് വേണം. അപ്പോ നമ്മുടെ ഡൈഇനിലെ സബ്സ്റ്റിറ്റ്യൂവന്റും ഡൈഇനോഫൈലിലെ സബ്സ്റ്റിറ്റ്യൂവന്റും ട്രാൻസ് ആയിട്ട് വരയ്ക്കുക. നമ്മുടെ ഡൈഇൻ ഇപ്പോൾ ട്രാൻസ് ആയിരുന്നുവെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ വരുമ്പോൾ സിസ് പ്രൊഡക്റ്റ് വേണം വരാൻ. അതായത് ഡൈഇനിലെ സബ്സ്റ്റിറ്റ്യൂവന്റും ഡൈഇനോഫൈലിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റും എന്തിൽ വരയ്ക്കണം? സിസിൽ വരയ്ക്കണം. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒന്നും കൂടെ ക്ലിയർ ആകും. നോക്കോളൂ. ഈ ഒരു കേസ് ഇപ്പൊ ഞാൻ നേരത്തെ ട്രാൻസിന്റെ ഇപ്പൊ ഈ ഒരു കേസിൽ നോക്കിയേ, ഇത് രണ്ടുപേരും ഉള്ളിലേക്കാണ് നീക്കുന്നത്. ഇതിന്റെ ഡൈഇൻ ആർ ഡാഷ് ഞാൻ കൊടുക്കാം. ഓക്കെ ഓക്കെ നോക്കോളൂ. ഇതിൽ ഉള്ളിലേക്കല്ലേ ഇൻവേർഡ്, ഇൻ എന്ന് വെച്ചാൽ എന്താ? ഔട്ട് വെഡ്ജ് ആണെങ്കിൽ ഇൻ എന്താ? ഡാഷിലായിരിക്കും. അപ്പൊ നമ്മുടെ 6 രണ്ടും എന്തിലാണ്? രണ്ടും ഉള്ളിലേക്കാണ്. അപ്പൊ രണ്ടും ഡാഷിലാണ് വരയ്ക്കേണ്ടത്. അതൊരു പോയിന്റ് മനസ്സിലായി. ദെൻ ഈ ആർ ഡാഷിന്റെ പൊസിഷന്, ഈ രണ്ട് ആർ ഡാഷുകളും തമ്മിൽ എന്താ? സിസ് ആണ്. ഓക്കെ, അപ്പം അവരുടെ രണ്ട് ആർ ഡാഷും സിസിലാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. ദെൻ ഈ ആർ ഡാഷും ആറും തമ്മിലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഡബിൾ ബോണ്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക. ഇവിടെ 2 ഹൈഡ്രജനും ഒരേ സൈഡിലല്ലേ കിടക്കുക, അതുപോലെ 2 ബൾക്കി ഗ്രൂപ്പ് ഒരേ സൈഡിൽ. അപ്പൊ നമ്മുടെ സിസ് ആണ് നമ്മുടെ എന്ത്? ഡബിൾ ബോണ്ട് അല്ലെ? ഡബിൾ ബോണ്ട് സിസിലാണ്. സിസിലാകുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? ട്രാൻസിലായിരിക്കണം. സോ നമ്മൾ ഡൈഇന് വരയ്ക്കുന്ന ആറിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് വേണം ആർ ഡാഷിനെ വരയ്ക്കാൻ. ആറിനെ ഞാൻ ഡാഷിലല്ലേ വരയ്ക്കാൻ പോകുന്നത്, ഉള്ളിലോട്ടായതുകൊണ്ട് ഡാഷിൽ വരയ്ക്കും. അപ്പോ അത് ട്രാൻസ് ആവണമെങ്കിൽ ആർ ഡാഷിനെ എന്തിൽ വരച്ചാലേ പറ്റൂ? വെഡ്ജിൽ വരച്ചാലേ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വരും? ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഫൈനൽ ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇത് ഡാഷിൽ 6 വരച്ചു, വെഡ്ജിൽ ആർ ഡാഷ് വരച്ചു, ഇവിടെ നമ്മൾ 6ൽ തന്നെ ഡാഷ് വരച്ചു. ഇവര് രണ്ടും, ഈ 2 ആർ ഡാഷും സിസിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ദെൻ വേറൊരു റൂള് നമ്മൾ പറഞ്ഞായിരുന്നു, എൻഡോ റൂള് അല്ലെ? എൻഡോ റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും. എൻഡോ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇങ്ങനെ ആണെങ്കിൽ, നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആണെങ്കിൽ, ഇവിടെ ഇതിനോട് ഉള്ളിലോട്ടുള്ള ഈ ഒരു ഡബിൾ ബോണ്ടുകൾ തമ്മിൽ ഒരു കണക്ഷൻ വരാൻ പാകത്തിനുള്ളതാണ് എന്താ? എൻഡോ പ്രൊഡക്റ്റ്. ഓക്കെ, എക്സോ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ദൂരെ ആയിരിക്കും നമ്മുടെ ഡബിൾ ബോണ്ടോ മാറി കിടക്കുമായിരിക്കും. അപ്പൊ ഇവിടെ എൻഡോ റൂള് മജോറിറ്റി ആവാനുള്ള കാരണം എന്തായിരുന്നു? സെക്കൻഡറി ഇന്ററാക്ഷൻ. അത് ഓർക്കുന്നില്ലേ എൻഡോ റൂള്? വേറൊരു കാര്യം പറഞ്ഞു ആ കൂടെ, സ്റ്റെറിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എക്സോ ആണ്. എക്സോ എന്ന് വെച്ചാൽ ദൂരെയല്ലേ ബൾക്കി ഗ്രൂപ്പ് കിടക്കുക. അപ്പൊ സ്റ്റെറിക്കലി അല്ലെങ്കിൽ തെർമോഡൈനമിക്കലി സ്റ്റേബിൾ പ്രൊഡക്റ്റ് എക്സോ ആണ്. പക്ഷെ കൈനറ്റിക്കലി എന്ന് വെച്ചാൽ വേഗം ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താണ്? എൻഡോ ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. രണ്ടിടത്തും ആർ ഡാഷ് ഞാൻ കൊടുക്കാവേ. ഇവിടെ ഞാൻ CO2 ME എന്നായിരുന്നു നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. തെർമൽ കണ്ടീഷനും ആണ്. ഓക്കെ, പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 4π സിസ്റ്റം ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഒരു 4π സിസ്റ്റം ഇവിടെ ഉണ്ടാവണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ ഡെൽറ്റ ചെയ്യുമ്പോൾ, അതായത് തെർമൽ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇത് എന്താവും? റിംഗ് ഓപ്പൺ ആകും.
അല്ലേ? ഇതിങ്ങനെ റിംഗ് ഓപ്പൺ ആകും. എനിക്കൊരു ഡൈയിൻ സിസ്റ്റം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ല. ഞാനിപ്പോ ഡൈയിൻ സിസ്റ്റം ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ഉണ്ടാക്കി എടുക്കാന്ന് വെച്ചാൽ നമ്മൾ റിംഗ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഓപ്പൺ ചെയ്യാൻ പോവാണ്. തെർമൽ കണ്ടീഷനിലുമാണ്. പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്തിലാണ് നിൽക്കുന്നത്? ട്രാൻസിലാണ് നിൽക്കുന്നത്. ട്രാൻസിൽ. ഓക്കെ, ഓർത്തോളുക. ട്രാൻസിലാണ് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻസ് നിൽക്കുന്നത്. ദെൻ ഓക്കെ, ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ഇലക്ട്രോൺസ് വരും? 4 ഇലക്ട്രോൺസ് വരും. 4n(Tc) എന്നല്ലേ പഠിച്ചത്. അപ്പം ഈ ട്രാൻസ് എന്തായിട്ട് മാറണം? സിസ് ആയിട്ട് മാറണം. ഓക്കെ, അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ട്രാൻസ് എന്താവണം? സിസ് ആവണം. ഇപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഈ ഒരു ക്വസ്റ്റ്യന് മാത്രം. മറ്റേ നമ്മുടെ ഡൈഇനോഫൈൽ അതേപോലെ നിൽപ്പുണ്ട്. നമുക്ക് ഡൈഇനിലാണ് നമുക്ക് മെയിൻ എന്താ നമ്മൾ തന്നെ ഒരു ഡൈഇൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ ഈ പുറത്തേക്ക് ട്രാൻസ് ഇപ്പൊ എന്തായി മാറി? സിസ് ആയിട്ട് മാറി. 2 ഹൈഡ്രജൻ ഉള്ളിലേക്കുണ്ട്, ഡബിൾ ബോണ്ടഡും ഉണ്ട്, പ്ലസ്. ഇനി നോക്കാം. ഇനി നമ്മൾക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ 2 R' നമ്മൾ ട്രാൻസ് ആയിട്ട് വേണം വെക്കാൻ, അല്ലെ? 2 R' ട്രാൻസ് ആയിരിക്കണം. ദെൻ ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പും ഔട്ട്വേർഡിലോട്ടാണ് നിൽക്കുന്നത്. ഔട്ട് എന്ന് വെച്ചാൽ എന്താ? വെഡ്ജിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ദെൻ ഈ മീഥൈലും ഈ R' തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡബിൾ ബോണ്ട് നോക്കുക. ഇവിടുത്തെ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ്, ഈ ബൾക്കി ഗ്രൂപ്പ്, ഇവർ തമ്മിൽ എന്താണ്? ഡബിൾ ബോണ്ടില് രണ്ടുപേരും ഒരേ ഡയറക്ഷൻ അല്ലേ? അപ്പോ സിസ് അല്ലേ? സിസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ട്രാൻസ് പ്രൊഡക്റ്റ് അല്ലേ? അപ്പൊ മീഥൈൽ വരയ്ക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഈ R' വരയ്ക്കേണ്ടത്? ദെൻ ഈ R' ഈ R' എന്തായിരിക്കണം? ഒരേപോലെ വേണം വരാനും. ഓക്കെ, സോറി, ഒരേപോലെ അല്ല, ഓപ്പോസിറ്റ് ആയിട്ട് വേണം വരാനും. കാരണം ഇവർ രണ്ടുപേരും ട്രാൻസിലാണ്. ഈ 2 R' ട്രാൻസിലാണ്. ദെൻ മീഥൈലും R' ഇത് സിസ് ഡൈഇൻ ആയതുകൊണ്ട് പ്രൊഡക്റ്റിൽ ട്രാൻസ് വേണം വരാൻ. ദെൻ ഈ മീഥൈലും എന്താ? സിസ് ആയിട്ട് വേണം വരാൻ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മൈൻഡിലൂടെ ഓർത്തു വെക്കുക. എന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഞാൻ ആ പ്രൊഡക്റ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? മീഥൈല് പുറത്തോട്ടായിരുന്നു, ഔട്ട്. ഔട്ട് എന്ന് പറയുമ്പോൾ വെഡ്ജ്. 2 മീഥൈലും ഔട്ടില്. ദെൻ മീഥൈലും നമ്മുടെ R' എന്തായിരുന്നു? ട്രാൻസിലായിരുന്നു, അല്ലെ? അതുപോലെ ഈ R' മറ്റേ R' എന്തിലാണ്? ട്രാൻസിലാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതല്ലാതെ ഞാൻ നേരത്തെ മീഥൈല് 2നെയും ഔട്ടിലല്ലേ സിസ് ആക്കി എടുത്ത, ഔട്ട്വേർഡിലോട്ടല്ലേ സിസ് ആക്കി എടുക്കുക. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാമായിരുന്നല്ലോ. നിങ്ങളുടെ മനസ്സിലൂടെ പോയി കാണൂല്ലോ. എന്തുകൊണ്ട് ഞാൻ മീഥൈൽ പുറത്ത് മാത്രം എടുത്തു? മീഥൈൽ 2 അകത്തെടുത്താലും അത് സിസ് തന്നെയല്ലേ? ഇപ്പൊ ആ ഒരു കേസ് ഇവിടെ നോക്കാം. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ മീഥൈല്, ഇവിടെ ഹൈഡ്രജൻ. ഇങ്ങനെ എടുത്താലും ഇത് സിസ് തന്നെയല്ലേ? അപ്പൊ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറി? ട്രാൻസ് ആയിട്ട് മാറി. അപ്പോ നമ്മുടെ മീഥൈല് മറ്റേ നമ്മുടെ R' എന്തായിരിക്കണം? സിസ് ആയിരിക്കണം, അല്ലെ? സിസ് ആയിരിക്കണം. അപ്പൊ ഇത് നമ്മുടെ എന്ത് വരും? രണ്ടുപേരും ഡാഷിലും വരയ്ക്കുക. ദെൻ ഇത് ട്രാൻസ് ആയി മാറി, ഡബിൾ ബോണ്ട് ട്രാൻസ് ആയി മാറി. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? സിസിലായിരിക്കണം. ഇവിടെ മീഥൈല്, ദെൻ ഇതിന് സിസ് ആയിട്ട് നമ്മുടെ R' വരച്ചു. ദെൻ R' രണ്ടും എന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. ദെൻ മീഥൈൽ ഇവിടെ ഔട്ട്. ഈ ഒരു 2 പ്രൊഡക്റ്റിനുള്ള പോസിബിലിറ്റി നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നമ്മൾ തന്നിട്ടുള്ളത് ഏതോ അത് കണ്ടുപിടിക്കാം. അപ്പൊ 2 രീതിയിൽ ഇത് ചെയ്ത് നോക്കണം. മീഥൈലിനെ 2 രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ ഇതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഈ ഒരു ടൈപ്പില് നോക്കോളൂ. ഇവിടെ 6 അകത്തോട്ടാണ്
അതായത് ആറുകൾ രണ്ടും എന്താണ്? ട്രാൻസിലാണ്. അതായത് ഒരാറ് ഉള്ളിലോട്ട് ഒരാൾ പുറത്തേക്ക്. ഇതെ നമ്മുടെ ഇവ രണ്ടുപേരും സിസ്സിലാണ്. ഓക്കെ, ഒരേ പ്ലെയിനിൽ നിൽക്കുക. ഇവ രണ്ടുപേരും ഒരേ പ്ലെയിനിലുമാണ്. ദെൻ നമ്മൾക്ക് ഇതേത് ഡബിൾ ബോണ്ട്, ഇതേത് ഡൈ ഇൻ സിസ്റ്റമാ? ഇതൊരു സിസ് ഡൈ ഇൻ സിസ്റ്റം ആണ്. സിസ് ഡൈ ഇൻ സിസ്റ്റം ആകുമ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? സിസ് ആണെങ്കിൽ ട്രാൻസിലായിരിക്കണം അല്ലെ? സിസ് ഡൈ ഇൻ ആണെങ്കിൽ ട്രാൻസിലായിരിക്കണം. അപ്പോ ഈ ആർ ഡാഷും നമ്മുടെ ഈ ആറും എന്തിലാണ്? ട്രാൻസിൽ വേണം വരാൻ. ഓക്കെ, ദെൻ ഈ ആർ ഡാഷും സിസിലുമാണ്. ദെൻ ഈ ആറ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ ഡാഷും ഔട്ട്വേർഡിലുള്ളത് വെഡ്ജിലും വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആയല്ലോ? അത് എങ്ങനെയാണ് ഇത്രയും 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ അത് തന്നെ ചെയ്തു. ഓക്കെ, ഇൻവേർഡിലുള്ളത് വെഡ്ജില്, ഔട്ട്വേർഡിലുള്ളത് ഡാഷില്. ദെൻ ഇവർ രണ്ടുപേരും ട്രാൻസിൽ വേണം വരാൻ. ആർ ഡാഷ്, ഇവർ രണ്ടുപേരും ആർ ഡാഷും സിസിലും. നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് പ്ലെയിനിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് വിട്ടാലും മതി. പ്ലെയിനിലാണെങ്കിൽ ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ, സിസും ട്രാൻസിലും, ട്രാൻസ് വരുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ഡൈഇന്റെ നമ്മളിനി വേറൊരു സെക്ഷനിലോട്ടാണ്. ഇൻട്രാമോളിക്കുലർ ഡീൽസാൾഡ് റിയാക്ഷൻ. ഇൻട്രാമോളിക്കുലർ ഡീൽസാൾഡ് റിയാക്ഷൻ വെച്ചാൽ എന്തായിരുന്നു? നമുക്ക് ഒരൊറ്റ ഒരു റിയാക്ഷന്റെ ഉള്ളൂ. അതിന്റെ ഉള്ളിലാണ്, നമ്മുടെ മോളിക്യൂളിന്റെ ഉള്ളിലാണ് എന്താ? ഡീൽസാൾഡ് റിയാക്ഷൻ നടക്കുക. ഓക്കെ, ഡൈഈനും ഡൈഇനോഫൈലും എല്ലാം ഒരൊറ്റ ആളിൽ തന്നെയാണ്. ഈ ഒരു കേസിൽ എങ്ങനെയാ? ഇവിടെ നമ്മുടെ ആ ഡൈഈനും ഡൈഇനോഫൈലും മാത്രം നമ്മൾ മൈൻഡ് ചെയ്താൽ മതി. അവർ തമ്മിലൊരു റിംഗ് ക്ലോഷർ നടന്നു. ഇത് നമ്മുടെ മറ്റേ റിംഗ് അതേപോലെ തന്നെ ഉണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ആയി. ഇതാണ് ഇൻട്രാമോളിക്കുലർ ഡീൽസാൾഡ് റിയാക്ഷൻ. ഇനി ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇൻട്രാമോളിക്കുലർ ഡീൽസാൾഡ് റിയാക്ഷനില് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഡൈഇനോഫൈലിൽ, ഓർത്തോളുക ഡൈഇൻ അല്ല, ഡൈഇനോഫൈലിലാണ് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് വരിക. ആബ്സെന്റ് ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഡൈഇനോഫൈലിൽ ആബ്സെന്റ് ആണെങ്കിൽ നമ്മുടെ ആ ഫ്യൂസ്ഡ് കാർബണിലുള്ള ഹൈഡ്രജൻസ് എന്താണ്? ട്രാൻസിലാണ്. ഓക്കെ, ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്നർ കാർബണിലാണെങ്കിൽ നമ്മുടെ ഇന്നർ കാർബൺ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ വരയ്ക്കുമ്പോ ഡൈഇനോഫൈലില് ഇതാണ് നമ്മുടെ ഇന്നർ കാർബൺ. ഓക്കെ, ഇന്നർ കാർബണിലും ആകാം അല്ലെങ്കിൽ ഔട്ടർ കാർബണിലും ആകാം. ഔട്ടർ കാർബണിൽ തന്നെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് നമ്മുടെ ഡബിൾ ബോണ്ടുമായിട്ട് ട്രാൻസിലായിട്ട് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിന് വരാം, അല്ലെങ്കിൽ ഔട്ടർ ടെർമിനൽ കാർബണില് ഇങ്ങനെ, അതായത് നമ്മുടെ ഡബിൾ ബോണ്ട് സിസ് ആയിട്ട് വരാം. ആ രണ്ട് കേസും രണ്ടായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നർ കാർബൺ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ആ ഇന്നർ കാർബണിലാണ് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നതെങ്കിൽ ഹൈഡ്രജൻ എന്തായിരിക്കും? സിസ് ആയിരിക്കും. ദെൻ ടെർമിനൽ കാർബണിൽ തന്നെ രണ്ട് കേസ് ഉണ്ട്. ടെർമിനൽ കാർബണിൽ തന്നെ നമ്മുടെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് സിസിലാകാം അല്ലെങ്കിൽ ട്രാൻസിലാകാം. ഞാൻ പറഞ്ഞല്ലോ രണ്ട് കേസിൽ വരാന്ന്, ട്രാൻസിലാകാം സിസിലാകാം. ഈ രണ്ട് കേസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും. ഒന്ന് സിസ് ജോമെട്രിയിലുള്ളതും ഒന്ന് ട്രാൻസ് ജോമെട്രിയിലുള്ളതും. മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും കിട്ടുക രണ്ടിലും. പക്ഷേ നമ്മുടെ ആ ഡബിൾ ബോണ്ട് സിസിലാണെങ്കിൽ, ഓക്കെ, ആ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഡബിൾ ബോണ്ട് സിസിലാണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പും നമ്മുടെ ആ ഹൈഡ്രജനും ട്രാൻസിൽ വരയ്ക്കണം. ഓക്കെ, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പും ഹൈഡ്രജനും ട്രാൻസിൽ വരയ്ക്കണം. ഇനി ഈ ടെർമിനൽ കാർബണിലെ തന്നെ ട്രാൻസ് ജോമെട്രിയിലാണ് ഡബിൾ ബോണ്ട് ഇരിക്കുന്നതെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പും ഹൈഡ്രജനും സിസിൽ വരയ്ക്കണം. ഓക്കെ അല്ലേ? നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും. ഞാൻ 2-3 പ്രോബ്ലംസ് അതിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, നോക്കിക്കോളൂ.
നമ്മുടെ ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അപ്പിലോട്ടാണ് കേട്ടോ. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും നമ്മുടെ ഈ റിങ്ങും തമ്മിൽ സിസ്റ്റിലാണ്. അപ്പോ ഇതൊരു ടെർമിനൽ കേസ് ആണെന്ന് പറഞ്ഞു. ദെൻ സിസ്റ്റിലും ആണ്. അപ്പോ നമുക്ക് ടെർമിനൽ ആകുമ്പോൾ എന്തായാലും മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടും എന്നറിയാം. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും കിട്ടണം. ദെൻ ഓക്കെ, സിസും ട്രാൻസും ഉള്ളവരെ വേണം കിട്ടാൻ. ദെൻ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഓർത്തിരിക്കേണ്ട എന്താ, നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എപ്പോഴും ഏത് കൺഫർമേഷൻ വേണം, ഡാഷിൽ വേണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ ഡാഷിലെ വരയ്ക്കാവുള്ളൂ. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എപ്പോഴും എവിടെ ആയിരിക്കണം, ഡാഷിൽ വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോ രണ്ടുപേരും സിസ്സിലല്ലേ, മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടണം, സിസ് ട്രാൻസ്. ഇത് സിസ് ആകാൻ എന്ത് ചെയ്യണം, ഇവിടെ തൊട്ടടുത്തൊരു സിസ് വരയ്ക്കുക. ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതൊന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് പറയാം. നിങ്ങൾ ആദ്യം ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കി വെച്ചിട്ട് ഞാൻ ആ ക്വസ്റ്റ്യന് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ആൻസർ വരയ്ക്കാം. ഇതാ, ഓക്കെ. അപ്പൊ നമ്മൾ ഇതില് ടെർമിനൽ പൊസിഷനിലാണ് ഇലക്ട്രോൺ വിഡ്രോവൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് സിസ് ജോമെട്രിയിലും ട്രാൻസ് ജോമെട്രിയിലും ഉള്ള പ്രൊഡക്റ്റ് വേണം വരാൻ. അതായത് ഹൈഡ്രജന്റെ കാര്യമാണ് കേട്ടോ ഈ സിസ് ട്രാൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൈഡ്രജൻ സിസ് ജോമെട്രിയിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ടും കിട്ടണം. ദെൻ നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ട്രാൻസിൽ നമ്മുടെ ഹൈഡ്രജൻ വരച്ചും ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇങ്ങനെ ഇവിടെ ഡബിൾ ബോണ്ട് ഇങ്ങനെ രണ്ട് പ്രൊഡക്ട്സ് ആയിരിക്കും കിട്ടുക. ദെൻ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിന്റെ ആണ് നമുക്കിനി അറിയേണ്ടത്. ഇപ്പൊ നമ്മൾ ഹൈഡ്രജനെ വരച്ചു, സിസും ട്രാൻസും ആയിട്ട് മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടുന്ന രീതിയിൽ വരച്ചു. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എപ്പോഴും എന്തായിരിക്കണം, ഡാഷിലായിരിക്കണം വരേണ്ടത്. ഇവിടെയും ഡാഷിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, ദെൻ ഡബിൾ ബോണ്ട് നോക്കുക. ഇവിടുത്തെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, സിസ് ജോമെട്രിയിലല്ലേ. അപ്പോ സിസ് ജോമെട്രിയിലാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എന്ന് പറയേണ്ടത് എന്താ, ഹൈഡ്രജന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. സോ ഇവിടുത്തെ കേസിൽ കുഴപ്പമില്ല, ഇത് ഹൈഡ്രജൻ വെഡ്ജിലാണ്, നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഡാഷിലാണ്. ഈ കേസിലോ ഇത് വെഡ്ജിലാണ്, ഇവിടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഡാഷിലാണ്. നിങ്ങൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ്, ഇതിനെ ഞാൻ കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കാം. ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ട്രാൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാമല്ലോ. പക്ഷെ ഇത് തെറ്റാണ്. ട്രാൻസിൽ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അതൊരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാവുള്ളൂ. മേളിൽ വെഡ്ജ് കൊടുത്തിട്ട് താഴെ ഡാഷ് ഇട്ട് വരയ്ക്കണം. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വിഡ്രോവിംഗ് ഗ്രൂപ്പിനെ നമുക്ക് ഡാഷിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ക്ലിയർ ആക്കാൻ തന്നതായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഇത് തന്നെ നമ്മള് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് നോക്കിയോളൂ. ഇവിടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പും നമ്മുടെ ഡബിൾ ബോണ്ടും എന്തിലാണ്, ട്രാൻസിലല്ലേ നിൽക്കുന്നത്. നേരത്തെ കേസ് നമ്മൾ സിസിലുള്ള കേസാ. ഇത് ട്രാൻസിലാവുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഹൈഡ്രജനും CHOയും തമ്മിൽ എന്തായിരിക്കണം, സിസിൽ വേണം വരയ്ക്കാൻ. ഓക്കെ, സിസിൽ വേണം വരയ്ക്കാൻ. കൂടാതെ നമ്മുടെ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എന്തിലും ആയിരിക്കണം, ഡാഷിലും ആയിരിക്കണം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ വരണം, മിക്സർ ഓഫ് പ്രൊഡക്ട്സ് വരണം വിത്ത് സിസ് ആൻഡ് ട്രാൻസ്. അപ്പോൾ സിസ് ഇവിടെ രണ്ട് ഹൈഡ്രജൻസ് വരച്ചു, പ്ലസ് ട്രാൻസിൽ വരയ്ക്കുമ്പോൾ
ഇവിടെ മേളിൽ ഓക്കെ എങ്കിലും നമ്മുടെ വിഡ്രോവിംഗ് ഗ്രൂപ്പ് നമുക്ക് സിസിൽ ഇവരെ ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിസിലും ആയിരിക്കണം ഡാഷിലും ആയിരിക്കണം. അത് എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്ലോ അഡീഷന്റെ ഡീൽ സാൾട്ട് റിയാക്ഷൻ എന്ന ടോപ്പിക്കിലുള്ളത്. ഇനി നമുക്ക് സ്റ്റിഗ്മാട്രോപിക്കിലെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നമ്മൾ പഠിച്ച 2-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് അല്ലേ? 2-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. നെസസറി കണ്ടീഷൻസ് ആയ ഒരു പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു ഹെട്രോ ആറ്റം ഉണ്ട്, ദെൻ നെഗറ്റീവ്ലി ചാർജ് ഉള്ള ലോൺ പെയർ ഉള്ള ഒരു ആറ്റവും ഉണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ 2-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അതെങ്ങനെയാണ്? അപ്പൊ നമ്മൾ നമ്പർ കൊടുത്തു 1, 2, 3. അലൈൽ കാർബൺ നമ്പർ കൊടുത്തു 1, 2, 3. അപ്പൊ ഈ 2ഉം 3ഉം തമ്മിലാണ് കണക്ട് ചെയ്യുക. 1 ബോണ്ട് ബ്രേക്ക് ചെയ്തു, ദെൻ ഈ ലോഡ് പേഴ്സിന് ബ്രേക്ക് ചെയ്ത ഇലക്ട്രോൺസ് നമ്മൾ സൾഫറിന് കൊടുത്തു. അപ്പൊ സൾഫറിന്റെ പോസിറ്റീവ് ചാർജ് അവിടെ മാറി. ഓക്കെ, ദെൻ ഈ ബോണ്ട് ബ്രേക്ക് ആയി. ദെൻ 2ഉം 3ഉം തമ്മിൽ പുതിയ ബോണ്ട് ഫോം ചെയ്തു. 2ഉം 3ഉം തമ്മിൽ പുതിയ ബോണ്ട് ഫോം ചെയ്തു. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. ഇവിടെ ഒരു R ഗ്രൂപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇപ്പൊ 2ഉം 3ഉം തമ്മിലാണ് കണക്ട് ചെയ്യുക. ഏത് കേസില്? ഒരു ഹെട്രോ ആറ്റം വിത്ത് പോസിറ്റീവ് ചാർജും അതുപോലെ ലോൺ പെയർ ഉള്ള ഒരു നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു ആറ്റവും ഉള്ള കേസിൽ അവിടെ 2-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുക. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. എസ് ഇവിടെ ടൊളുവീൻ ആണ്. സൾഫറില് ടൊളുവീൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടൊളുവീൻ. ദെൻ ഇവിടെ ഓക്സിജൻ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്പറിങ് കൊടുക്കുമ്പോൾ 1, 2, 3, ദെൻ 1, 2 ബ്രേക്ക് ചെയ്തു. 2ഉം 3ഉം തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. ദെൻ സൾഫറിന് പോസിറ്റീവ് ചാർജ് ഇല്ല. 1ലും 2ലും ഡബിൾ ബോണ്ട്. ഇതായത് പ്രൊഡക്റ്റ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? ആ കണക്ഷൻ പഠിച്ചു വെക്കുക. ഓക്സിജനുമായിട്ടാണ് കാർബണിന്റെ കണക്ഷൻ, സൾഫറുമായിട്ടല്ല. ഓക്കെ, ഓക്കെ. ദെൻ നെക്സ്റ്റ് ത്രീ സിഗ്മാട്രോപിക്ക് കുറച്ചും കൂടി സിമ്പിൾ ആണ്. നമുക്ക് ആ നമ്പറിങ് ശരിയായി കഴിഞ്ഞാല് കണക്ഷൻ നമുക്ക് തന്നെ പറയാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കി തന്നെ നമുക്ക് പറയാം. ചെയ്ത് നോക്കാതെ, സ്റ്റെപ്പ് ചെയ്ത് നോക്കാതെ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഈ ഒരു കേസ് നോക്കാം. ഇതിൽ ഞാൻ അലൈൽ കാർബൺ, ഇത് 3 സിഗ്മാട്രോപിക് അല്ലേ? 1, 2, 3 അലൈൽ കാർബൺ കൊടുത്തു. നമ്പർ 1 നൈട്രജൻ ആണ് വരിക. 2, 3. ഓക്കെ, അപ്പൊ ഇവിടെ ആരുമായിട്ടാണ് കണക്ഷൻ? ഈ 3ഉം ഈ 3ഉം ആണ് കണക്ഷൻ ചെയ്യേണ്ടത്. ഈ 1 ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ആ ബോണ്ട് നമ്മുടെ 1, 2 പോകും. 1ഉം 2 അത് നൈട്രജന്റെ ഈ ഹൈഡ്രജന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരും. അതായത് സിംഗിൾ ബോണ്ട് എല്ലാം ഡബിൾ ബോണ്ട് ആയി മാറും. ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മെയിൻ ഡിഫറൻസ്, സിംഗിൾ ബോണ്ട് എല്ലാം ഡബിൾ ബോണ്ട് ആകും, ഡബിൾ ബോണ്ട് എല്ലാം സിംഗിൾ ബോണ്ട് ആകും. ഓക്കെ, ദെൻ 3ഉം 3ഉം കാർബൺ തമ്മിൽ ജോയിൻ ചെയ്യും. ഇത്രയും ഓർത്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? ഡബിൾ ബോണ്ട് NH ആയി. സിംഗിൾ ബോണ്ടുകളെല്ലാം ഡബിൾ ബോണ്ട് ആയി. ഓക്കെ, ദെൻ ഒരു സിഗ്മാട്രോപിക്കില് ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ആ ഒരു ടൈപ്പിലാണ് ഇനിയെ. ഓക്കെ, നോക്കോളൂ. ഇവിടെ നമ്മള്
നമ്മുടെ അലൈൽ കാർബൺ ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ള 1 2 3 ഇവിടെ ഓക്സിജൻ ആണ് 1 2 3 ബ്രേക്ക് ചെയ്യുന്നു. ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഇവിടെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ 3 3 കണക്ഷൻ വരുന്നു. ഓക്കെ, നമ്മുടെ ഇപ്പൊ ഫൈനൽ ആൻസർ വരുമ്പോ ഇവിടെ ബോണ്ട് ഇല്ല, ഡബിൾ ബോണ്ട് ഓയ്. ഇത് നമ്മൾ പറഞ്ഞൊരു കേസ് ആയിരുന്നു. ഇതും കൊണ്ട് പ്രൊഡക്റ്റ് നിൽക്കുവോ? ഇല്ല. നമ്മൾ തെറ്റിക്കാൻ ഉറപ്പായിട്ടും ഓരോ ഓപ്ഷൻ ഇത് ഉണ്ടായിരിക്കും. പക്ഷെ ഇതും കൊണ്ട് നിങ്ങൾ നോക്കുക, അരോമാറ്റിസിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഇവിടെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓക്സിജന് നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അത് OH എന്നാകും. ഇവിടുത്തെ അരോമാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് എഴുതാൻ. ഇവിടെ OH എന്നാകും, ഇവിടെ ഡബിൾ ബോണ്ടും ആകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഏത് റീഅറേഞ്ച്മെന്റ് ആണ്? ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. ഏതാ നിങ്ങൾക്ക് പറയാവോ? 1 2 3 4 5 6. ഇതൊരു 1,5 ഡൈഇൻ സിസ്റ്റം അല്ലേ? 1,5 ഡൈഇൻ സിസ്റ്റം എന്ന് പറയുമ്പോ അവിടെ എന്താ? കോപ്പ് റീഅറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ നടക്കേണ്ടത് ഒരു കോപ്പ് റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെ നടക്കേണ്ടത്. ഇവിടെ 1 2 3 4 5 ഒരു ഡബിൾ ബോണ്ട്. ഓക്കെ, ഇതാ. അപ്പോ ഇവിടെ നമ്മൾ കോപ്പ് റീഅറേഞ്ച്മെന്റ് വെച്ചാൽ എന്താണ്? 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് അല്ലേ? നമ്മുടെ നമ്പറിങ് ചെയ്ത് 3 സിഗ്മാട്രോപിക്കിൽ നമ്മൾ പഠിച്ച നമ്പറിങ് ചെയ്യാം. ഇപ്പോ നമ്മുടെ അലൈൽ കാർബണ് 1 2 3 ഇവിടുന്ന് 1 2 3 ബ്രേക്ക് ചെയ്തു. ദെൻ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വരും? 1 ഉം 1 ഉം ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ ഒരു 3 ഉം 3 ഉം കണക്ട് ചെയ്തുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ ഇനി ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രിയിലോട്ട് പോവാണ് കേട്ടോ. സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അപ്പിലുള്ളവരെ നമ്മൾ വെഡ്ജ് ആയിട്ട് വരയ്ക്കുക, ഡൗണിലുള്ളവരെ നമ്മൾ ഡാഷ് ആയിട്ടും വരയ്ക്കുക. അപ്പ് ആണെങ്കിൽ വെഡ്ജ്, ഡൗൺ ആണെങ്കിൽ ഡാഷ്. D ഫോർ ഡാഷ് എന്ന് ഓർക്കുക, ഡൗൺ ഫോർ ഡാഷ്, DD. അപ്പൊ ഇത് ഇവിടെ ഓർത്തു വെക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇങ്ങനെ വെച്ച് അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി പറയല് ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ അപ്പൊ ഏത് സ്റ്റെയർ ഫോമിലോട്ട് ഇവരെ വരയ്ക്കും. അങ്ങനെയല്ല നമ്മൾ സിഗ്മാട്രോപിക്കിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി പറഞ്ഞിരുന്നത്. അപ്പോ ഇവിടെ അപ്പ് ഫോർ വെഡ്ജ്, അപ്പൊ ഈ വെഡ്ജിലുള്ളതിനെ നമ്മൾ എന്തായിട്ട് വരയ്ക്കണം? അപ്പിലായിട്ട് വരയ്ക്കണം. ഡൗൺ ഫോർ ഡാഷ്, ഡാഷിൽ കിടക്കുന്നവരെ ഡൗൺ ആയിട്ടും വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എങ്ങനെ അവരുടെ സ്റ്റെയർ ഫോം വരയ്ക്കും? ഇത് അപ്പിലോട്ട്, ഇവര് നമ്മള് ഡൗണിലോട്ടും വരയ്ക്കും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇവരെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ പിന്നെ ഇതിന്റെ അകത്ത് ഓർത്തിരിക്കേണ്ടത്, ഓക്കെ, അപ്പിൽ ഡൗൺ. ഇനി നമ്മൾ ഇവരെ എന്ത് ചെയ്യാൻ പോവാണ്? 3 സിഗ്മാട്രോപിക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ 1 2 3 അല്ലെ? 1 2 3 ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവ ബ്രേക്ക് ചെയ്തതിന് ശേഷം എപ്പോഴും ഓർക്കുക 1 മേളില് ഇവിടെ ME, ഇവിടെ ഈ കേസിൽ ME താഴെയുമായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് വരച്ചു നോക്കുക.
3,3 സിഗ്മാട്രോപിക് കഴിഞ്ഞതിന് ശേഷം വരയ്ക്കുമ്പോ ഓക്കെ, ഇവിടെ ME മേളിലേക്ക്, ഇവിടെ ME താഴേക്ക്. ഓക്കെ, ഇത് ഏത് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണ് ഡബിൾ ബോണ്ട് നിൽക്കുന്നത്? ഡബിൾ ബോണ്ട് നിൽക്കുന്നത് സിസിലാണ് അല്ലെ? സിസിലാണ്. ഈ ഒരു കേസിലോ സിസിലാണ്. അതുപോലെ തന്നെ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് എന്തിൽ തന്നെയാണ്? സിസിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടുത്തെ സിഗ്മാട്രോപിക്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഓർത്തിരുന്നാൽ മതി. സ്റ്റീരിയോ കെമിസ്ട്രി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ നമ്മള് 1 2 3 4 5 6 വരച്ചു. ഈ ഫസ്റ്റ് പൊസിഷനിലെ മീഥൈലും ഇതും തമ്മിൽ എന്താ? സിസിലല്ലേ വരച്ചത്? ഡബിൾ ബോണ്ട് സിസിലാണ് ഇരിക്കുന്നത്. ഇവിടെയും നമ്മുടെ ഈ മീഥൈല് ഇവിടെ എന്തിലാണ്? ഇത് രണ്ടുപേരും സിസിലാണ്. സോ ഇത് ടോട്ടൽ സിസ് ജോമെട്രിയിലാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ നമ്മള് സിഗ്മാട്രോപിക്കിൽ എന്താ സ്റ്റീരിയോ കെമിസ്ട്രി പറയുമ്പോൾ ഓർക്കേണ്ടത് ഇവർ നമ്മൾ ചെയർ ഫോമിലോട്ട് വേണം വരയ്ക്കാൻ. ദെൻ അപ്പ്, വെഡ്ജ്, ഡൗൺ, ഡാഷ് അങ്ങനെ വേണം വരയ്ക്കാനും. ഓക്കെ, ദെൻ അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ അല്ലേ? ആ ഡബിൾ ബോണ്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മളൊരു ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 3,3 സിഗ്മാട്രോപിക് എന്ന് പറയുന്നത് എന്താണ്? അത് തെർമലി അലൗഡ് ആണ്. 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്താണ്? തെർമലി അലൗഡ് ആണ്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ സ്റ്റീരിയോ കെമിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ നമ്മുടെ ഡാഷില്, ഇവിടെ വെഡ്ജിൽ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? ഇവിടുത്തെ നമ്മുടെ മീഥൈൽ എന്ന് പറയുന്നത് ഡാഷിലാണ്. ഡാഷ് എന്ന് പറയുമ്പോൾ ഡൗണിൽ വരയ്ക്കാം. ഇവിടുത്തെ നമ്മുടെ O- എന്ന് പറയുന്നത് വെഡ്ജിലാണ്. വെഡ്ജിൽ എന്ന് പറയുമ്പോൾ അത് അപ്പിൽ വരയ്ക്കുക, നമ്മൾ സൈക്ലിക് ഫോമിലോട്ട് വരുമ്പോൾ. ഇവിടെ എന്ന് വെച്ചാൽ എന്താ? ഇത് അപ്പിലാണ്. ME അപ്പിലാണ്. ഓക്കെ ഓക്കെ സോറി, അതല്ല. ഡബിൾ ബോണ്ടിലെ സ്റ്റീരിയോ കെമിസ്ട്രി. ഡബിൾ ബോണ്ടില് ഈ മീഥൈല് എന്തായിട്ടായിരിക്കുന്നത്? ട്രാൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ട്രാൻസ് ആയിട്ട്. ഇവിടെയാണെങ്കിൽ ഇത് ഇവിടെ നമ്മൾക്ക് ട്രാൻസ് ആയിട്ട് തന്നെയാണ് മീഥൈൽ. അപ്പൊ ഡബിൾ ബോണ്ടിന് ട്രാൻസ് ആയിട്ട് വേണം വരെ വരയ്ക്കാൻ. അപ്പൊ നമ്മൾ ഇവരെ വരയ്ക്കുമ്പോ ചെയർ ഫോമിൽ അവരെ വരയ്ക്കുമ്പോ മീഥൈല് ഡൗണില്, O- അപ്പില്. ഓക്കെ, ഡബിൾ ബോണ്ടിന് ഇതാണ് ഡബിൾ ബോണ്ടിന് ട്രാൻസ് ആയിട്ട് മീഥൈല്, ഇവിടെയും ഡബിൾ ബോണ്ടിന് ട്രാൻസ് ആയിട്ട് മീഥൈല്. ഓക്കെ, കണ്ടോ? രണ്ടുപേരും ട്രാൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദെൻ 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തു. ദെൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വന്നു. ദെൻ ഇതിങ്ങനെ വന്നു. അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് അങ്ങനെ വരും. ഈ മീഥൈല് ഇവിടെ ഈ മീഥൈൽ എന്താ? ഡൗണിലാണ്. ഡൗൺ ഫോർ ഡാഷ്. ഇവിടുത്തെ മീഥൈൽ അപ്പിലാണ്. അപ്പിലാണെങ്കിൽ വെഡ്ജില്. ഓക്കെ, അപ്പൊ നമ്മളിത് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ഇവരെ വരയ്ക്കുമ്പോൾ ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മീഥൈല് വെഡ്ജിലും ഒരു മീഥൈല് ഡാഷിലുമാണ്. ദെൻ ഒരു മീഥൈൽ ഇവിടെ ഒരാള് ഇതാ, ഇങ്ങനെയാണ് നമുക്ക് വന്നത്. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്ത് രണ്ട് മീഥൈലും എന്തായിരുന്നു? പുറത്തേക്കാണ് നിന്നിരുന്നത്. അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ട്രാൻസിലുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ രണ്ട് മീഥൈലും സിസ് ആയിട്ട് വന്നാലല്ലേ നടക്കുള്ളൂ. രണ്ട് മീഥൈലും സിസ് ആയിട്ട് വന്നാലേ ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ക്വസ്റ്റ്യനിലുള്ള സ്റ്റീരിയോ കെമിസ്ട്രി അതേപടി നമ്മുടെ ആൻസറിൽ വരണം. അപ്പൊ ഇവിടെ ശരിക്കും ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് കൂടെ നടക്കും. റിങ് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് കൂടെ നടക്കും. ആ റിങ് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിലാണ് നമ്മുടെ ഈ മീഥൈൽ രണ്ടും സിസിൽ വരിക.
നമ്മുടെ ക്വസ്റ്റ്യനിൽ മീഥൈൽ രണ്ടുപേരും സിസ്സിലായിരുന്നു. സോ ആൻസറിലും അത് എന്ത് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, രണ്ടുപേരും സിസ്സിലായിരിക്കണം. അപ്പൊ നമ്മുടെ ആൻസർ നമ്മൾ ഫൈനൽ വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മുടെ സി ഡബിൾ ബോണ്ട് OH ഉണ്ട്. ഇവിടുത്തെ മീഥൈലും സിസിൽ തന്നെ വരയ്ക്കുക. ദെൻ ഡബിൾ ബോണ്ടഡ് മീഥൈൽ. അത് ലാസ്റ്റത്തെ ഉള്ളത് നമ്മുടെ അപ്പിലുള്ള മീഥൈൽ, ഡൗണിലുള്ള മീഥൈൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ആ മീഥൈലാണിത്. നമ്മൾ ഇത്ര ഓർത്താൽ മതി. നമ്മുടെ പ്രൊഡക്റ്റിൽ എപ്പോഴും സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്ത് വേണം കിട്ടാനായിട്ട്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പോലെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോൾ നമ്മുടെ മീഥൈൽ ഇവിടെയാണ്, സോറി R ഗ്രൂപ്പ് ഇവിടെയാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഇവിടെ ഉള്ളൂ, ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂവന്റേ ഉള്ളൂ എങ്കിൽ അതെപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് അപ്പ് പൊസിഷനിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക, ഒരാളെ ഉള്ളൂ എങ്കിൽ. അതുപോലെ ഇത് ട്രാൻസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മുടെ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂവന്റേ ഉള്ളൂ എങ്കിൽ അത് ഡബിൾ ബോണ്ടിന് എപ്പോഴും ട്രാൻസ് ആയിട്ടേ വരയ്ക്കാവുള്ളൂ. അത് നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ മതി. ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂവന്റേ ഉള്ളൂ എങ്കിൽ അത് നമ്മൾ ട്രാൻസ് ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്, ഡബിൾ ബോണ്ടിന് ട്രാൻസ് ആയിട്ട്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉള്ളൂ, ആ സബ്സ്റ്റിറ്റ്യൂവന്റ് നമ്മുടെ ഡബിൾ ബോണ്ടിന് എന്താണ്, ട്രാൻസ് ആണ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ കൂടെ ചോദിച്ചിരിക്കുന്നത് ഇതില് കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് നെയിംസ് തന്നിട്ട് ഇതിൽ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് തരാത്തത് ആരെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതാരായിരുന്നു? തയോ ഈതർ ആയിരുന്നു. ഓക്കെ, തയോ ഈതർ എന്ത് തരികയില്ല, 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് തരികയില്ല. ബാക്കി അസാകോപ്പ്, അതായത് അസാദ് ഈതർ, അസോ ഈതർ, അവരൊക്കെ എന്താ 3,3 സിഗ്മാട്രോപിക് തരും. തരാത്തത് ചോദിച്ചിട്ടുള്ളത് തയോ ഈതർ ആണ് കേട്ടോ. ദെൻ ഇതിൽ ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് തരുന്ന റിയാക്ടന്റ് ഏതാണെന്നായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതാരായിരുന്നു? 1,5 ഹെക്സാഡൈൻ 3-ol. ഓക്കെ, 1,5 ഹെക്സാഡൈൻ 3-ol. 2-3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ ഇനി നെക്സ്റ്റ് ഈ നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. രണ്ട് R ഗ്രൂപ്പ്, ഇവ രണ്ടുപേരും സിസിലാണ് നിൽക്കുക. രണ്ട് R ഗ്രൂപ്പ് സിസില്, അവരെ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇവരുടെ ചെയർ ഫോം വരയ്ക്കുക. രണ്ടും ഓക്കെ, ഡാഷ് അല്ലേ, ഡാഷ് ആകുമ്പോൾ ഡൗണിൽ വരയ്ക്കുക. രണ്ടുപേരും ഡൗണിൽ, ഡൗൺ. അപ്പോ ചെയർ ഫോമില് രണ്ടുപേരും ഡൗണിൽ വേണം വരയ്ക്കാൻ. ചെയർ ഫോമിൽ രണ്ടുപേരും ഡൗണിൽ, D4 ഡാഷ് ഡൗണിൽ വരച്ചു. ദെൻ ഇത് കട്ട് ചെയ്യണം. 3,3 സിഗ്മാട്രോപിക് നടക്കുമ്പോൾ ഇത് കട്ടായി. ഓക്കെ, രണ്ടുപേരും ഡൗണിൽ തന്നെ വരച്ചു. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ടുപേരും സിസിലല്ലായിരുന്നോ? സിസിലായിരുന്നു. അപ്പോ നമ്മുടെ ആൻസറിൽ എന്തായിരിക്കണം? സിസിലായിരിക്കണം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ടുപേരും ട്രാൻസിലാണ്. ഒരു R അകത്തോട്ട്, ഒരാൾ പുറത്തോട്ടാണ്. അപ്പോൾ റിംഗ് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇവിടെ ഏത് പ്രൊഡക്റ്റിലോട്ടാകും? രണ്ടുപേരെയും സിസിലാക്കി മാറ്റും. ഓക്കെ, രണ്ട് ആറും എന്തിൽ വരണം? സിസിൽ വരണം. നോക്കിക്കേ, ഇവിടെ ഡബിൾ ബോണ്ടുമായിട്ട് ഇവര് സിസിലാണ്. ഇതും രണ്ടുപേരും ഉള്ളിലോട്ട്. അപ്പൊ എന്തായി? സിസിലായി. അപ്പൊ റിംഗ് ഫ്ലിപ്പ് ചെയ്ത് എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റ് എന്താക്കി മാറ്റണം? അവരുടെ സെയിം സ്റ്റീരിയോ കെമിസ്ട്രി ആക്കി തന്നെ മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ച ഈ ക്വസ്റ്റ്യൻസ്. ഈ ഒരു സെക്ഷൻസിലെല്ലാം ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ഓക്കെ, താങ്ക് യു.